നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഒരു പവർഫുൾ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിന്റെ പേരാണിത്. 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് 10 കോടി രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് തീർത്ത് കഴിയുമ്പോഴത്തേനും ഇതൊരു ജെനുവിൻ മെത്തേഡ് ആണെന്ന് മനസ്സിലാവും. അല്ലാതെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് മിസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കും. നിങ്ങൾ ബിസി ആണെങ്കിൽ ഇപ്പോൾ കാണാതിരിക്കുക, മറ്റൊരു സമയത്ത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോസിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള വീഡിയോകളിൽ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള മെത്തേഡാണ് ഈ വീഡിയോ. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു വീഡിയോ അല്ല, ഒരു അടിപൊളി മെത്തേഡാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ റൂൾസ് ഡിസ്കസ് ചെയ്യും. ഏതൊരു മെത്തേഡ് ചെയ്യണമെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. കുറച്ച് റൂൾസ് ഉണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി. ആ റൂൾസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ലൈവായിട്ട് നമ്മുടെ ചാർട്ടിൽ 5 വർഷത്തെ ഡേറ്റ പല സ്റ്റോക്കുകളിൽ പോയി നമ്മൾ കണ്ടെത്തും. എക്സാക്റ്റ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ എക്സൽ ഷീറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് കോമ്പൗണ്ടിങ്ങിലൂടെ എങ്ങനെയാണ് ഇത് നല്ല രീതിയിൽ മണി മാനേജ് ചെയ്ത് നമ്മൾ വലിയ എമൗണ്ടുകളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ പോകും. അതിനുശേഷമാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എൻട്രി, എക്സിറ്റ്, അതുപോലെ തന്നെ ഏത് രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പേര് ജിബിൻ, ഞാനൊരു ഇടുക്കിക്കാരനാണ്. ഞാനൊരു പാർട്ട് ടൈം ആയിട്ട് മാത്രം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നയാളാണ്, ട്രേഡ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുന്നയാളാണ്. തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് മാത്രം മതി നിങ്ങൾക്ക് എൻ്റെയർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ എത്തും, എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് നോക്കിയത്. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ ഇടുക, താഴോട്ട് കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ നല്ല ജെനുവിൻ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എന്തെങ്കിലും ജെനുവിനിറ്റി കുറവോ കാര്യങ്ങളോ തോന്നുവാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കമന്റ് ആയിട്ട് നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ മെത്തേഡുകൾ, കൂടുതൽ മനോഹരമായിട്ടുള്ള മെത്തേഡ്സുകൾ നിങ്ങളിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ റൂൾ നമ്പർ 1 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. റൂൾ നമ്പർ 1. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സ്റ്റോക്കുകളുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ സ്റ്റോക്കുകളും അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലും ഏത് സെക്ടറിൽ വരുന്ന കമ്പനീസ് ആണെന്ന് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂൾ നമ്പർ 1 എന്താണ്? നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റലുള്ള ആദ്യത്തെ 10 കമ്പനികൾ മാത്രമേ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഉപയോഗിക്കുള്ളൂ. അതെന്തിനാണ്? നമുക്ക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ള കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെക്ടറിലെ നമ്പർ 1 കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ 2 കമ്പനികളായിരിക്കും. ഇതിൻ്റെ അകത്ത് 10 കമ്പനികൾ വരുന്നത് റിലയൻസ്, HDFC ബാങ്ക്, TCS, ഭാരതി എയർടെൽ, ICICI ബാങ്ക്, ഇൻഫോസിസ്, SBI, ബജാജ് ഫിനാൻസ്, ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇതിൻ്റെ അകത്ത് ഏറ്റവും റിലയൻസിനാണ് മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ളത്. അതിനുശേഷം താഴോട്ട് 1 by 1 ആയിട്ട് വരും. അപ്പം നമ്മൾ ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ ഏതാണോ മാർക്കറ്റ് ക്യാപിറ്റൽ 10 വരുന്നത് അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു മെത്തേഡിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഈ ഒരു മാർക്കറ്റ് ക്യാപിറ്റൽ മാറി മറ്റേതെങ്കിലും കമ്പനികൾ ഈ ഒരു ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു സമയത്ത് ഇതിൻ്റെ അകത്ത് ആ ലിസ്റ്റ് ചേഞ്ച് ചെയ്ത് പുതിയ കമ്പനികൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ സെക്ടർ എന്താണ്? ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ ഉണ്ട്. HDFC ബാങ്ക് പ്രൈവറ്റ് ആണ്, ICICI ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ആണ്, TCS IT സർവീസ് ആണ്, ഇൻഫോസിസും IT സർവീസ് ആണ്, SBI പബ്ലിക് സെക്ടർ ആണ്, ITC FMCG ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ FMCG ആണ്. ഇവിടെ എന്താണ്? പ്രൈവറ്റ് ബാങ്കുകൾ ഒന്നിലധികം വരുന്നുണ്ട്. നമുക്ക് HDFC ബാങ്കും ICICI ബാങ്കും വരുന്നുണ്ട്. അപ്പം ഈ 2 ബാങ്കുകളും വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഓർമ്മ എടുത്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇനി നമുക്ക് ഇവിടെ ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2 കമ്പനികൾ വരുന്നുണ്ട്. അത് രണ്ടും FMCGയിൽ വരുന്നതാണ്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും നമുക്ക് ഒരെണ്ണം പിക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതലും അനുയോജ്യം. മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 10 കമ്പനികൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണോ? വേണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു 6 7 കമ്പനികൾ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ 5 6 കമ്പനികൾ അറ്റ് എ ടൈം യൂസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഈ 10 കഴിഞ്ഞിട്ട് 11 12 13 ലിസ്റ്റിൽ വരുന്ന മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനീസും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ബട്ട് ഏറ്റവും ബെറ്റർ നമ്പർ 10 മാർക്കറ്റ് ക്യാപിറ്റലിനകത്തുള്ള കമ്പനികളാണ് എടുക്കുന്നത് ഏറ്റവും ബെറ്റർ. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് സെക്ടർ നമ്മൾ പിടിക്കുന്ന സമയത്ത് എന്താണ്? പല സെക്ടറിലുള്ള ഓരോ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? റൂൾ നമ്പർ 1 കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒരു പേനയും പേപ്പറും എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. റൂൾ നമ്പർ 1 ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഇതിന് വേണ്ടി ഈ ഒരു മെത്തേഡിന് വേണ്ടി മാറ്റി വെക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഓരോ സെക്ടറിൽ നിന്ന് ഏറ്റവും ഫീമൻ ആയിട്ടുള്ള ഓരോ കമ്പനികൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ റൂൾ നമ്പർ 2 ആണ്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇനിഷ്യൽ ആയിട്ട് ഒരു ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ആ ഒരു ക്യാപിറ്റൽ അത് എത്രയാണോ, ചിലവരെ സംബന്ധിച്ച് അത് 1 ലക്ഷം രൂപയായിരിക്കാം, ചിലവരെ സംബന്ധിച്ച് അത് 2 ലക്ഷം ആയിരിക്കും, 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ഒരു മെത്തേഡിൽ 2 ലക്ഷം രൂപ എന്ന ടോട്ടൽ ക്യാപിറ്റൽ എടുക്കുകയാണെങ്കിൽ 2 ലക്ഷം എന്നതിനെ ആദ്യം തന്നെ നിങ്ങൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടും? 4000 രൂപ വെച്ച് കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പം 1,00,000 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിനെ എന്താണ് 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,000 രൂപ വെച്ചാണ് ഓരോ പോർഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഒറ്റയടിക്ക് ഫുൾ ആയിട്ടുള്ള എമൗണ്ട് ബൈ ചെയ്യുകയല്ല ചെയ്യുന്നത്, ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എൻട്രി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അപ്പൊ നമ്മൾ 2 റൂളുകൾ കവർ ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ മൂന്നാമത് പോകുന്ന റൂളിലേക്ക് പോവുകയാണ്. നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി വേണം ഏതൊരു മെത്തേഡും വിജയകരമായിട്ട് വർഷങ്ങളോളം നമുക്ക് അത് അപ്ലൈ ചെയ്ത് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി. അപ്പൊ ഇന്ന് നമ്മൾ ചെറിയ ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ക്യാപിറ്റൽ വലുതായി 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 പോകും. ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു മെത്തേഡ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ നിക്കോളസ് ഡാർവസ് എന്ന് പറഞ്ഞ ഒരു ഹംഗേറിയൻ ഡാൻസർ ജീവിച്ചിരുന്നു. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? 1920 ജനിച്ച് 1977 മരിച്ച ആളാണ്. അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തിൽ 1900 കാലഘട്ടത്തിൽ $2 മില്യൺ അച്ചീവ് ചെയ്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു മെത്തേഡ് ജനറേറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ ഒരു മെത്തേഡാണ് ഡാർവസ് ബോക്സ് തിയറി എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്. ആ ഒരു മെത്തേഡാണ് നമ്മൾ റൂൾ നമ്പർ 3 ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു മെത്തേഡ് എന്താണ്? ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രെൻഡ് ഫോളോയിങ് മെത്തേഡാണ്. അത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും ബൈ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ടിലാണ് എൻട്രി എടുക്കുന്നത്. അപ്പൊ അതാണ് ഡാർവസ് ബോക്സ് തിയറി. ഞാനതൊന്ന് വായിക്കാം. ദ ഡാർവസ് ബോക്സ് തിയറി ഈസ് എ ട്രെൻഡ് ഫോളോയിങ് ട്രേഡിംഗ് സ്ട്രാറ്റജി. അതായത് ട്രെൻഡ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ബൈ ചെയ്യുന്നു. ദാറ്റ് യൂസസ് ബോക്സസ് ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ബ്രേക്ക്ഔട്ട്സ് ആൻഡ് ട്രെൻഡ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് ബോക്സസ് ഉപയോഗിച്ചതിന് ശേഷം ആ ഒരു ബോക്സിൽ നിന്ന് മുകളിലേക്ക് അത് ബ്രേക്ക്ഔട്ട് തരുന്ന സമയത്ത് അതിന്റെ അത് ബ്രേക്ക്ഔട്ട് കണ്ടെത്തി അതിനകത്ത് എൻട്രി എടുക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഫോക്കസിംഗ് ഓൺ ബൈയിങ് സ്റ്റോക്ക് സിറ്റിംഗ് ന്യൂ ഹൈ ആൻഡ് സെല്ലിംഗ് വെൻ ദേ ഫാൾ ഫ്രം ദി ദോസ് പീക്ക്. അതായത് മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് തരുന്ന സമയത്ത് ഒരു മാർക്കറ്റ് മുകളിലേക്ക് വന്നു, അതിനുശേഷം കുറച്ച് നാൾ അതിൻ്റെ അത് ട്രേഡ് ചെയ്തു, അതിനുശേഷം അവിടെ ഒരു ബോക്സ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് അതിന് മുകളിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ ഒരു എൻട്രി വരുന്നത്. അങ്ങനെ ബ്രേക്ക്ഔട്ട് കണ്ടെത്തി മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് അതിന് ഡാർവസ് ബോക്സ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ പാറ്റേൺ ആയി ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഒരു ബോക്സിന് ബ്രേക്ക്ഔട്ട് തരുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും ഇതിൻ്റെ അകത്ത് എൻട്രി വരുന്നത്. ഇതാണ് നമ്മുടെ റൂൾ നമ്പർ 3. നമ്മുടെ ഈ ഒരു എൻറ്റയർ സ്ട്രാറ്റജി ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. എക്സാക്ട് ഇതിനെയാണ് ഫോളോ ചെയ്യുന്നത് അല്ല, കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് നമുക്ക് അനുയോജ്യമായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അത് നമ്മൾ ലൈവായിട്ട് ചാർട്ടിൽ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ റൂൾ നമ്പർ 4ലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നോ എൻട്രി സോൺ 5% എബോ ആൻഡ് ബിലോ ഓഫ് ലാസ്റ്റ് എൻട്രി. കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എന്താണ് റൂൾ നമ്പർ 4ൽ നമ്മൾ പറയുന്നത്? നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ റിലയൻസിൽ നമ്മൾ 1000 എന്ന പ്രൈസ് പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്തു. അതിനുശേഷം അടുത്ത എൻട്രി 1050-നും 950-നും ഇടയിൽ വരികയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ എൻട്രി എടുക്കുമോ? ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ലാസ്റ്റ് എത്രയിലാണോ പർച്ചേസ് ചെയ്ത് അതിനേക്കാളും 5% മുകളിലും അല്ലെങ്കിൽ 5% താഴെ ആ ഒരു റേഞ്ചിൽ എൻട്രി എടുത്തു. 5% മുകളിൽ അല്ലെങ്കിൽ 5% താഴെ ഈ ഒരു റേഞ്ചിൽ നെക്സ്റ്റ് എൻട്രിക്ക് വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കില്ല. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. കാരണം അതിന്റെ പ്രൈസ് ഒരു റേഞ്ചിൽ നിന്ന് അത് പുറത്തോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ഇറങ്ങുന്നതിന് വേണ്ടി നമ്മളൊരു സാവകാശമാണ് കൊടുക്കുന്നത്. ഇത് ഒരേ പ്രൈസ് പോയിന്റിൽ കിടന്ന് ആവറേജ് ആകാതെ കൃത്യമായിട്ട് അത് മുകളിലേക്കോ അല്ലെങ്കിൽ കൃത്യമായിട്ട് താഴോട്ടോ ഒരു മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യുന്നത്. 5% ആണ്. കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഒരു റീജിയണിൽ നമ്മൾ എൻട്രി എടുത്തു, അതിനുശേഷം അത് SL ഇടുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഒരിക്കലും SL ഇടുന്നില്ല. നമ്മൾ എന്നും പ്രോഫിറ്റ് മാത്രമാണ് ബുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ റൂൾ നമ്പർ 5ലും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ടാർഗറ്റ് എത്ര ശതമാനമായിരിക്കും? നമ്മുടെ ടാർഗറ്റ് ഈ ഒരു മെത്തേഡിൽ 10% ആയിരിക്കും ടാർഗറ്റ്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓരോ എൻട്രിക്കും നമ്മൾ 10% ആയിരിക്കും ടാർഗറ്റ്. അതുപോലെ തന്നെ നമ്മൾ താഴെ ഒരു കോഡ് വേർഡ് എഴുതിയിട്ടുണ്ട്, ലിഫോ ടാർഗറ്റിംഗ്. പലർക്കും മനസ്സിലാകാത്ത ഒരു കോൺസെപ്റ്റ് ആണ് ലിഫോ ടാർഗറ്റിംഗ് എന്നാണ്. അതായത് ലാസ്റ്റ് പർച്ചേസ് ചെയ്തത് ഫസ്റ്റ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡേറ്റ പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് ലിഫോ. അപ്പം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ലിഫോ ടാർഗറ്റിംഗ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രൈസിൽ നമ്മൾ എൻട്രി എടുത്തു, അതിനുശേഷം അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് 10% നമ്മൾ എക്സിറ്റ് ആകുന്നു. അത് താഴോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ SL ഇടുന്നില്ല, ബട്ട് നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോകുന്നു. അത് താഴോട്ടാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോയതിനു ശേഷം അത് ആവറേജ് ആയി. ഇപ്പൊ 1000-ന് നമ്മളൊരു എൻട്രി എടുത്തു, ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്തു, 800-ന് ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്തു, അതിന്റെ ആവറേജ് പ്രൈസ് എത്രയായിരിക്കും? 900 ആയിരിക്കും. നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറിൽ നമ്മൾ 900 എന്ന് കാണിക്കും. എന്ന് പറഞ്ഞ് നമ്മൾ 900-ൽ നിന്ന് 10% മുകളിൽ പോയാലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യുന്നത് അല്ല. മറിച്ച് നമ്മൾ 800-ൽ നിന്ന് 880-ൽ എത്തുമ്പോൾ തന്നെ നമ്മൾ 800-ൽ എടുത്ത ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ആവും.
അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യും. അത് വീണ്ടും 1000-ൽ നിന്ന് 1100 ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ആദ്യമേ എടുത്ത ക്വാണ്ടിറ്റി എക്സിറ്റ് ആകുന്നത്. നമ്മൾ എക്സാമ്പിളും പ്രാക്ടിക്കലായിട്ട് ലൈവായിട്ട് ചാർട്ടിൽ നോക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. ഒരുപാടുള്ള കാര്യമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൂൾസ് വരുന്നത്. ഇനി പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പം നമ്മൾ റൂൾസ് ഒന്നും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. നമ്മൾ റൂൾ നമ്പർ 1 എന്താണ്? നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റൽ കൂടുതലുള്ള കമ്പനീസിൽ മാത്രം ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അത് ഓരോ സെക്ടറിൽ നിന്നും ഓരോന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നമ്മുടെ റൂൾ നമ്പർ 2 എന്താണ്? നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 50 എന്നുള്ളത് 40-ഓ 60-ഓ ആക്കാം ഫ്യൂച്ചറിൽ. ഇപ്പോഴല്ല, ഇപ്പൊ കൃത്യമായിട്ട് 50 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ വരുന്നത്. ഇപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്? 2 ലക്ഷം രൂപയാണെങ്കിൽ അതിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ പോർഷൻ അത് കിട്ടും 4000 രൂപ. 4000 രൂപയ്ക്കായിരിക്കും ഒരു എൻട്രി. ഇനി നമ്മൾ നെക്സ്റ്റ് റൂളാണ് നമ്മൾ ഡാർബക്സ് ബോക്സ് തിയറി എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു മെത്തേഡ് എക്സാക്റ്റ് ആയിട്ടല്ല ഫോളോ ചെയ്യുന്നത്, ചെറിയ മാറ്റങ്ങളുണ്ട്. ആ ഒരു മാറ്റങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 4ാമത്തെ റൂൾ എന്താണ്? നമ്മൾ ഒരു തവണ എൻട്രി എടുത്തതിന് ശേഷം 5% മുകളിലോ 5% താഴെയോ ആ ഒരു റീജിയനിൽ നമ്മൾ എൻട്രി വരില്ല, അവോയ്ഡ് ചെയ്യും. ഇനി നമ്മൾ റൂൾ നമ്പർ 5 എന്താണ്? നമ്മൾ ലിഫോ ടാർഗറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു പോർഷൻ നമ്മൾ എൻട്രി എടുത്താലും അവിടെ നിന്ന് 10% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ എക്സിറ്റ് ആകുന്ന മെത്തേഡാണ് ലിഫോ ടാർഗറ്റിംഗ്. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. റൂൾസ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഇതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താതിരിക്കുക. ഓക്കെ, അപ്പം നമ്മളിനി നമ്മൾ മൊബൈലിന്റെ സ്ക്രീനിലേക്ക് പോയിട്ട് നമ്മൾ ഡേറ്റ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ സ്റ്റോക്കുകളും എടുത്തിട്ട് അതിന്റെ ഒരു 5 വർഷത്തെ ഡേറ്റ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലയൻസിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ റിലയൻസ് മാർക്കറ്റ് ക്യാപിറ്റൽ നമ്പർ 1 വരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കുറേ കമ്പനീസ് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീക്ക്ലി ചാർട്ടാണ് ഓപ്പൺ ആക്കേണ്ടത്. ആരും തെറ്റായിട്ട് ഇത് വീക്ക്ലി എന്നുള്ളത് ഡെയിലിയിലോ അല്ലെങ്കിൽ അവർലിയോ 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും ഇട്ട് നോക്കരുത്. വീക്ക്ലി ചാർട്ട് മാത്രമാണ് ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മളൊരു പഴയ 2020 തൊട്ടുള്ള ഡേറ്റയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒന്നാമത്തെ റൂള് റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി എടുത്തു. അതിൻ്റെ അകത്ത് രണ്ടാമത്തെ റൂള് നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിനെ 2 ലക്ഷത്തിനെ നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 4000 രൂപയാണ് നമുക്ക് വരുന്നത്, ഒരു പോർഷനായിട്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റ് എൻട്രി എടുക്കാൻ പോകുന്നത് ഇനി ഡാർബക്സ് ബോക്സ് തിയറി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഡാർബക്സ് ബോക്സ് തിയറിയിൽ എന്താണ് പറയുന്നത്? ഒരു റേഞ്ചിന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റേഞ്ചിന് പുറത്തോട്ട് ഇറങ്ങി ഒരു ക്ലോസിങ് തരുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡാർബക്സ് ബോക്സ് തിയറിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. ബാക്കി ഡാർബക്സ് ബോക്സ് തിയറിയിൽ എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് പുറത്തേട്ട് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു പോയിന്റിൽ എൻട്രി എടുത്തതിന് ശേഷം ഹൈയിൽ ചെല്ലുമ്പം വിൽക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുന്ന മെത്തേഡാണ് ഡാർബക്സ് ബോക്സ് തിയറിയിൽ വരുന്നത്. ബട്ട് നമുക്ക് ഒരു റേഞ്ച്, വീക്കിലിയിലത്തെ റേഞ്ച് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്ന് അതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിങ് വരുന്ന സമയത്ത് നമ്മൾ എൻട്രി വരികയാണ്. അപ്പം അതാണ് നമ്മുടെ എൻട്രി. മുമ്പോട്ട് പോകുമ്പോൾ ഇതിന് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് നമുക്ക് വേണ്ടത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ, അതിന് മുകളിൽ വീക്ക്ലി ക്യാൻഡിൽ കൃത്യമായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് തരികയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അതായത് വെള്ളിയാഴ്ചയാണ് കൃത്യമായിട്ട് ഈ ഒരു ക്യാൻഡിൽ, 7 ദിവസത്തെ ക്യാൻഡിലാണ്, വെള്ളിയാഴ്ചയാണ് ഈ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഫോം ചെയ്ത് തീരുള്ളൂ. ഇതിന് മുകളിൽ പോയാൽ പോരാ, ഈ ഒരു റീജിയന് മുകളിൽ പോയാൽ പോരാ, അതിന് മുകളിൽ പോയതിന് ശേഷം, ഇതിന് മുകളിൽ പോയതിന് ശേഷം അവിടെ ഒരു ക്ലോസിങ് തന്നു. അപ്പം ആ വെള്ളിയാഴ്ച ക്ലോസിങ്ങോട് ചേർന്നാണ് നമ്മൾ എൻട്രി വരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ക്ലോസിങ്ങോട് കൂടി ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തു. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് പോയത് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റിൽ ഒരു ക്രാഷാണ് വരുന്നത്, കോവിഡ് ക്രാഷ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് 10% ടാർഗറ്റ് തന്നോ? ഇല്ല, നേരെ താഴോട്ടാണ് വരുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഏതെങ്കിലും ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസിങ് തരുന്നുണ്ടോ? ഏതെങ്കിലും വീക്കുകളിൽ നോക്കി പോവുക. ഇവിടെ വീക്കിൽ ക്ലോസിങ് തരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഒരു ക്യാൻഡിലിന് മുകളിൽ ക്ലോസിങ് തരുന്നുണ്ടോ? ഇല്ല. ഇവിടെ തരുന്നുണ്ടോ? ഇല്ല. ബട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഇവിടെ ഒരു ക്ലോസിങ് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നെക്സ്റ്റ് എൻട്രി വരും. നെക്സ്റ്റ് എൻട്രി എടുക്കാൻ നേരത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ആദ്യമേ എൻട്രി എടുത്തതിൽ നിന്ന് 5% റേഞ്ച്, അതായത് ഈ ഒരു റേഞ്ചിനും ഇടയിൽ നമുക്ക് എൻട്രി വരില്ല. പകരം അതിനേക്കാളും താഴെയാണ്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എത്രയാണ് വരുന്നത്? ഇതിൻ്റെ ടാർഗറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് 10% ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും ഇതിൻ്റെ ആവറേജ് പ്രൈസാണ് നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറിൽ കാണിക്കുള്ളൂ. ഇവിടെ ഒരു എൻട്രി എടുത്തു, ഇവിടെ രണ്ടാമത്തെ എൻട്രി എടുത്തു, ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ആവറേജ് പ്രൈസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 10% അല്ല നമ്മുടെ ടാർഗറ്റ്, മറിച്ച് നമ്മൾ ലാസ്റ്റ് എൻട്രി എടുത്തതിൽ നിന്ന് 10% നമ്മുടെ ആവറേജ് പ്രൈസ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും വീണ്ടും നെക്സ്റ്റ് എൻട്രി വരുന്നുണ്ട്. നെക്സ്റ്റ് എൻട്രി വരുന്നത് ഇവിടെയാണ്. അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തത്? അവിടെ മാർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ലാസ്റ്റ് പർച്ചേസ് ചെയ്തതിനേക്കാളും
5% മുകളിലുമാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിലി ക്യാൻഡിലിനേക്കാളും മുകളിൽ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വീണ്ടും എൻട്രി വരുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ക്യാൻഡിലും തമ്മിൽ കമ്പയർ ചെയ്യരുത്. കാരണം ലാസ്റ്റ് എൻട്രി എടുത്തത് ഏതാണ്? ലാസ്റ്റ് എൻട്രി എടുത്തത് ഈ ഒരു ക്യാൻഡിലിനാണ്, ഈ ഒരു പ്രൈസിലാണ്. അപ്പം ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ എൻട്രി എടുത്ത് വെച്ചത് ഇവിടെ ആകുമ്പോഴത്തേന് അത് 10% വന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. ഈ എൻട്രി എടുത്തത് ഈ ഒരു റീജിയനിൽ വരുമ്പോഴത്തേന് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. വീണ്ടും പുതിയ എൻട്രി അവിടെ നടക്കുകയാണ്. പുതിയ എൻട്രി നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. പഴയ എൻട്രി എടുത്ത് നമ്മൾ ക്ലോസിങ് ചെയ്യും. മനസ്സിലാക്കുക. അപ്പം ഈ ഒരു റീജിയനിൽ വീണ്ടും പുതിയ എൻട്രി വരുന്നു. അവിടെ നിന്ന് 10%ആണ് ഇതിൻ്റെ ടാർഗറ്റ്. അപ്പം അതിനൊപ്പം തന്നെ നമ്മൾ കോവിഡിൽ എൻട്രി എടുത്ത് വെച്ചത് നമ്മൾ ഈ ഒരു റീജിയനിൽ എത്തുമ്പം പഴയ എൻട്രീസ് എല്ലാം നമ്മുടെ തീർന്നു. റിലയൻസിൽ ഇതുവരെ എടുത്ത എല്ലാ എൻട്രീസും, ഒരു എൻട്രി എടുത്തു, 2, 3, 4, ഈ 4 എൻട്രീസും ഈ ഒരു റീജിയനിൽ എത്തുമ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ 0 ആവാണ്. റിലയൻസിൽ നമ്മുടെ കയ്യിൽ ഒരു ക്വാണ്ടിറ്റി പോലും നമ്മുടെ കയ്യിലില്ല. എല്ലാം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വീണ്ടും നമ്മൾ ലാസ്റ്റ് എൻട്രി എടുത്തതിനേക്കാളും വീണ്ടും ക്യാൻഡിൽ ഇവിടെ ഒന്നും ഇതിൻ്റെ മുകളിൽ ക്ലോസിംഗ് വരുന്നില്ല. ബട്ട് ഇതിന് മുകളിൽ നമുക്ക് ഇവിടെ ഒരു ക്ലോസിംഗ് തരുവാണ്. ഇവിടെ നമ്മൾ വീണ്ടും എൻട്രി എടുക്കുകയാണ്. ഇത് നമ്മുടെ അടുത്ത എൻട്രി. ഓക്കെ, അടുത്ത എൻട്രി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? ഈ ഒരു എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് 10%. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും നെക്സ്റ്റ് എൻട്രി ഇതിനേക്കാളും 5% മുകളിൽ വീണ്ടും നമുക്കൊരു പഴയ വീക്കിലി ക്യാൻഡിലിന് മുകളിൽ ഒരു ക്ലോസിംഗ് വന്നിട്ടുണ്ട്. അവിടെ വീണ്ടും നമ്മൾ എൻട്രി എടുക്കുകയാണ്. അതിൻ്റെ ടാർഗറ്റ് ഇത്രയാണ്. അപ്പം അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു. ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ചെല്ലുമ്പോഴത്തേന് ആ പ്രോഫിറ്റ് ബുക്കിംഗ് ആയി, ഇത് ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയി. അപ്പോൾ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേന് നമുക്ക് വീണ്ടും ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് വീണ്ടും ഈ പഴയ 5% മുകളിലുമാണ് വീക്കിലിയുടെ ഒരു ക്ലോസിങ്ങും പഴയ വീക്കിനേക്കാളും തരുന്നുണ്ട്. അവിടെ ഇപ്പം നമ്മൾ എൻട്രി വരും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എൻട്രി വരുമോ? ഈ ഒരു റീജിയനിൽ വല്ല എൻട്രി വരുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ ഒരു വീക്കിലി ക്ലോസിംഗ് അതിന് മുകളിലും തന്നിട്ടില്ല ആ ഒരു റേഞ്ചിൽ. അതുപോലെ തന്നെ 5% റേഞ്ചിലും ആണ് ഉൾപ്പെടുന്നത്. അത് രണ്ട് രീതിയിലും വരത്തില്ല. ഇത് താഴോട്ട് വരുമ്പോൾ എവിടെയെങ്കിലും വീക്കിലി ക്ലോസിംഗ് തരുന്നുണ്ടോ ഏതെങ്കിലും ക്യാൻഡിലിന് മുകളിൽ? ഇല്ല. ഇങ്ങനെ വന്ന് താഴെ വരുമ്പം ഇങ്ങനെ ഒരു റീജിയനിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് മുകളിൽ വീക്കിലി ക്ലോസിംഗ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് എൻട്രി എടുത്തതിനേക്കാളും 5% കൂടുതലുമാണ് താഴെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു എൻട്രിയാണ്. ഞാൻ എൻട്രി പോയിൻറ്റ്സ് ആണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് വരുന്നുണ്ട്. ബട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എൻട്രി ഞാൻ എന്തുകൊണ്ടാണ് മാർക്ക് ചെയ്യാത്തത്? കാരണം ഈ ഒരു ലാസ്റ്റ് എൻട്രി എടുത്തതിനേക്കാളും 5% മുകളിലല്ല. അതുകൊണ്ടാണ് ഇവിടെ എൻട്രി അല്ലാത്തത്. ഇനി മുകളിലേക്ക് പോകുമ്പം ഈ ഒരു റീജിയനിൽ വീണ്ടും ഒരു ക്ലോസിംഗ് തരുന്നുണ്ട്. പഴയ ക്യാൻഡിലിൻ്റെ ഹൈനേക്കാളും ക്ലോസിംഗ് തരുന്നുണ്ട്. അവിടെ എൻട്രി എന്തുകൊണ്ടാണ് വരാത്തത്? ഇത് പഴയ എൻട്രിനേക്കാളും 5% മുകളിലല്ല. അതുകൊണ്ടാണ് നമ്മൾ പഴയ എൻട്രി നമ്മൾ ഈ ഒരു റീജിയനിൽ ചെല്ലുമ്പോഴത്തേനും പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഈ ഒരു റീജിയനിൽ നമ്മൾ വീണ്ടും എൻട്രി വരുവാണ്. കാരണം എന്താണ്? കാരണം നമ്മൾ പഴയ എൻട്രിനേക്കാളും 5% മുകളിലുമാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു എൻട്രി വരുന്നു. വീണ്ടും ഈ ഒരു റീജിയനിൽ എൻട്രി വരും. കാരണം എന്താണ്? ഈ ലാസ്റ്റ് എൻട്രി എടുത്തതിനേക്കാളും 5% താഴെയാണ്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് വീക്കിലി ക്യാൻഡിലിന് മുകളിലും ഒരു ക്ലോസിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 5% മുകളിലാണ് ലാസ്റ്റ് എൻട്രിനേക്കാളും. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് വീക്കിലി ക്യാൻഡിലിന് മുകളിൽ ഒരു ക്ലോസിംഗ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ടാർഗറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു, ഇവിടുത്തെ ടാർഗറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു, ഇവിടുത്തെ ടാർഗറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ പഴയ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിൽ അപ്പം ആ ഒരു 2021 വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു എൻട്രി ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടം വരെയുള്ളത് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്കായിട്ടുണ്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേനും. ഇനി നമ്മൾ വീണ്ടും അതുകൊണ്ടാണ് ട്രെൻഡ് ഫോളോയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വീണ്ടും നമ്മൾ എൻട്രി എടുത്ത് പിടിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ക്ലോസിംഗ് തന്നു, നമ്മൾ എൻട്രി എടുത്തു. ഇവിടെ വീണ്ടും ക്ലോസിംഗ് തന്നു, നമ്മൾ വീണ്ടും എൻട്രി എടുത്തു. ഇവിടെ വീണ്ടും ക്ലോസിംഗ് തന്നു, നമ്മൾ വീണ്ടും എൻട്രി എടുത്തു. ഇവിടെ വീണ്ടും നമ്മൾ ക്ലോസിംഗ് തന്നു, എൻട്രി എടുത്തു. ഇവിടെ എല്ലാം പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അതിമനോഹരമായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ഡേറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഇതുണ്ട്. കുറേ നാളായിട്ട് സൈഡ് വേസിൽ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ ഒരു റീജിയൻ്റെ എൻട്രി ഇവിടെ എക്സിറ്റ് ആയി. അപ്പം 1-2 പോർഷൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഈ ഒരു റീജിയൻ്റെ എൻട്രി ഈ ഒരു റീജിയനിൽ എക്സിറ്റ് ആയി. ഇതും ഇവിടെ എക്സിറ്റ് ആയി. ഈ രണ്ടെണ്ണത്തിൻ്റെ എക്സിറ്റ് ആയത് ഏകദേശം ഇവിടെയാണ്. ഇതിൻ്റെ ഇവിടെ എക്സിറ്റ് ആയി, 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 ഇതിൻ്റെ ഇവിടെ എക്സിറ്റ് ആയി. മനസ്സിലായി? അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു റീജിയനിൽ ഇപ്പോൾ ലാസ്റ്റ് ഡിപ്പിൽ എത്രണ്ണം നമ്മുടെ കയ്യിലുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം കറണ്ട് സിനാരിയോയിൽ നമുക്ക് 2024 തൊട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എൻട്രി വന്നു, അത് നമുക്ക് ഇവിടെ എക്സിറ്റായി. ഇവിടെ ഒരു എൻട്രി വന്നു, അത് നമുക്ക് ഇവിടെ എക്സിറ്റായി. പിന്നെ നമുക്ക് 2024 ജൂൺ മാസത്തോടു കൂടി നമുക്ക് ഇവിടെ ഒരു എൻട്രി വരുന്നുണ്ട്, അത് നമുക്ക് ഇതുവരെ ടാർഗറ്റ് വന്നിട്ടില്ല. അതിനുശേഷം ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടി വീണ്ടും ഒരു എൻട്രി വരുന്നുണ്ട്, അതിൻ്റെ ടാർഗറ്റ് ഇതുവരെ വന്നിട്ടില്ല.
അതുപോലെ തന്നെ 2024 തന്നെ ലാസ്റ്റോട് കൂടി നമുക്ക് ഇവിടെ ഒരു എൻട്രി വരുന്നുണ്ട്, ഇവിടുത്തും വരവേ വന്നിട്ടില്ല. അതായത് മാർക്കറ്റ് ഇത്രയും വലിയൊരു ഡിപ്പിൽ വന്നിട്ടും നമുക്ക് ഏകദേശം ഇതിൻ്റെ ഹൈയിൽ നിന്ന് 1600 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ കറൻ്റ്ലി ഇത് 1200 ട്രേഡ് ചെയ്യുന്നത്. എന്നിട്ടും നമുക്ക് വെറും 3 ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് മാർക്കറ്റ് വീഴുന്ന സമയത്ത് വെറുതെ ആവറേജ് ചെയ്തിട്ടില്ല. ഈ ഒരു റീജിയനിൽ ഒന്നും ആവറേജിങ് വരുന്നില്ല, വെറും ഒരേ ഒരു ആവറേജിങ് ആണ് വന്നത്. അതിനുശേഷവും ഇവിടെ ഒരു ക്ലോസിങ് വന്നു, ഇതുണ്ടോ, ഇവിടെ ഒരു ക്ലോസിങ് വന്നു. അവിടെ എൻട്രി തന്നെ വരാത്തത് 5% താഴെയല്ല. വീണ്ടും ഇവിടെ ഒരു ക്ലോസിങ് വന്നു, അതും 5% താഴെയല്ല. ലാസ്റ്റ് എൻട്രി എടുത്തതിനേക്കാളും 5% താഴെയല്ല. മറിച്ച് ഈ ഒരു റീജിയണ് താഴെ വല്ലതുമാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റീജിയണ് മുകളിൽ വല്ലതുമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം റിലയൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2-3 ക്വാണ്ടിറ്റിയാണ് ഇതുവരെ 5 വർഷത്തിൽ നമ്മൾ എക്സിറ്റ് ആകാതെ കിടക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എക്സിറ്റായി. ഈ ഒരു പോർഷനിൽ എടുത്ത ഈ ഒരു 3 ക്വാണ്ടിറ്റി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കാം. നമുക്ക് പഴയ ഡേറ്റയും ചെക്ക് ചെയ്യാം. ഈ ഒരു കമ്പനിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കമ്പനി നോക്കാം. HDFC ബാങ്കിൻ്റെ ചാർട്ട് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം ഇടുക. ജസ്റ്റ് ക്ലോസിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ബാക്കി ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേണോ അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺസോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളാണ്. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ മാർക്കും ചെയ്യേണ്ട. ഇത് ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഡേറ്റാസ് ചെക്ക് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും 2020 വരുവാണ്. ഇതിന് മുകളിൽ ഒരു ക്ലോസിംഗ് വന്നു, നമ്മൾ എൻട്രി വന്നു. അതിനുശേഷം താഴോട്ട് കോവിഡ് ക്രാഷിൽ ഏതെങ്കിലും ഒരു ആവറേജിങ് വന്നിട്ടുണ്ടോ? ഇല്ല. ആ ഒരു ടൈമിൽ നമ്മൾ മാറി. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഒരു എൻട്രിയും വരുന്നില്ല, ഒരു ക്ലോസിങ്ങും വരുന്നില്ല. മറിച്ച് ഇവിടെ കോവിഡ് ക്രാഷ് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പോൾ ഏപ്രിൽ മാസത്തോടു കൂടി നമുക്ക് ഇവിടെ ഒരു എൻട്രി വരുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിന് മുകളിൽ ഇവിടെ ഒരു ക്ലോസിങ് വന്നു. ഇവിടെ നമുക്ക് രണ്ടാമത്തെ എൻട്രി വരും. അതിനുശേഷം മൂന്നാമത്തെ എൻട്രി ഇവിടെ വരും. കാരണം ഇവിടെ നിന്ന് 5%-ക്കാളും മുകളിലാണ്. അതുപോലെ തന്നെ നമുക്ക് എൻട്രി ക്ലോസിങ് വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ക്ലോസിങ് തരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് എൻട്രി വരുന്നത് ലാസ്റ്റ് എൻട്രിനേക്കാളും 5% താഴെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് മുകളിലും ക്ലോസിങ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വീണ്ടും എൻട്രി വരും. ആ രീതിയിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ എൻട്രി എടുക്കുന്ന ഓരോ റീജിയനും, അതായത് ഈ ഒരു എൻട്രി എടുത്തത് ഏകദേശം 2020 എൻട്രി എടുത്തിട്ട് ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴാണ് അത് ടാർഗറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. അത് ഈ ഒരു പോയിന്റിലാണ് അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. മറിച്ച് ഇവിടെ എൻട്രി എടുത്തത് ഈ ഒരു റീജിയൻ, അതായത് 2 മാസത്തിനുള്ളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഇവിടെ എൻട്രി എടുത്തത് ഒരു 1.5 മാസത്തിനുള്ളിൽ വന്നു. ഇവിടെ എൻട്രി എടുത്തത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്നു. ഇവിടെ എൻട്രി എടുത്തത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നത് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ വന്നു. ഇവിടെ 2 മാസം കഴിഞ്ഞപ്പോൾ വന്നു. 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്നു. ഇവിടെ എൻട്രി എടുത്തത് ഏകദേശം 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്നു. ഇവിടെ എൻട്രി എടുത്തത് ഒരു 5-6-7-8 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്നു. ഇവിടെ എൻട്രി എടുക്കുന്നത് 2021 എൻട്രി എടുക്കുന്നത് അത് കുറച്ച് ടൈം എടുത്തു. 2021 തൊട്ട് നമ്മുടെ അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത്, ആ ഒരു പോയിന്റ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് കുറച്ച് താമസിച്ചാണ്. 2022 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ്. ഇവിടെ നമുക്ക് 2021 മെയ്യിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും ഈ ഒരു പോയിന്റിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ വന്നിട്ടില്ല, മറിച്ച് ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല, ഇതിൻ്റെ വന്നിട്ടില്ല. മൂന്നെണ്ണത്തിൻ്റെയും ഇതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, ഇതിൻ്റെ വന്നു. അങ്ങനെ കണ്ടോ, ലാസ്റ്റ് ഇങ്ങനെ ഒരു പോയിന്റിലാണ് ലാസ്റ്റ് 2025 നിൽക്കുന്നത്. 2025 നിൽക്കുമ്പം നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഇപ്പോഴും ഈ മാർക്കറ്റ് ക്രാഷിൽ എത്ര നമ്മുടെ കയ്യിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഹൈ ആയിട്ട് പോയിരിക്കുന്നത്, HDFC ബാങ്കിൻ്റെ ഹൈ പോയിരിക്കുന്നത് 1880 എന്ന് പറഞ്ഞ പോയിന്റാണ്. അപ്പോൾ അതിന് താഴെയുള്ള ആരോ മാർക്സ് എല്ലാം പ്രോഫിറ്റ് ബുക്കായതാണ്. 1800 താഴെ വരുന്ന ആരോ മാർക്സ് ഇത് പ്രോഫിറ്റ് ബുക്കായി, ഇതെല്ലാം പ്രോഫിറ്റ് ബുക്കായി. കാരണം ഇവിടം വരെ ഓൾ ടൈം ഹൈ പോയതാണ്. അപ്പോൾ നമുക്ക് പഴയ ഒരു ക്വാണ്ടിറ്റീസ് നമ്മുടെ കയ്യിലില്ല, മറിച്ച് നമുക്ക് ലാസ്റ്റ് പോയിന്റിൽ കിടക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റീസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ. അതായത് ഈ ഒരു ക്വാണ്ടിറ്റി, 2 ക്വാണ്ടിറ്റീസ് മാത്രമാണ് ഇത്രയും വലിയൊരു കറക്ഷൻ ഉണ്ടായിട്ട് വന്നിട്ടുള്ളൂ. ഈ ഒരെണ്ണം ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരെണ്ണം ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം കട്ടാകും, പുതിയ എൻട്രീസും വരും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് പുതിയ എൻട്രി വരാത്തത്? കാരണം എന്താണ്? ഇവിടെ നമുക്ക് ഒരു ക്ലോസിംഗ് വന്നിട്ടുണ്ട്. ഈ പഴയ വീക്കിലി ക്യാൻഡിലിന് മുകളിൽ, അതായത് ലാസ്റ്റ് വീക്കിലി ക്യാൻഡിലിന് മുകളിൽ ഒരു ക്ലോസിംഗ് വന്നിട്ടുണ്ട്. മറിച്ച് ഇത് 5% മുകളിലല്ല, 5% ഇതിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എൻട്രി വരാത്തത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇപ്പം ഇവിടെയും വളരെ മനോഹരമായിട്ട് ഇപ്പോൾ കറണ്ട് സിനാരിയിൽ നമ്മൾ 1-2 സ്റ്റോക്സ് മാത്രമാണ് HDFC ബാങ്കിൽ ഉള്ളൂ. റിലയൻസിലാണെങ്കിൽ 2-3 ക്വാണ്ടിറ്റി ഉള്ളൂ. ബാക്കിയുള്ളവരുടെ പോർട്ട്ഫോളിയോ നോക്കുക, അത് വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ഇത് വർക്കൗട്ട് ആകുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് TCSലും കൂടെ ഒന്ന് പോയി നോക്കാം.
അപ്പോൾ നമുക്ക് ഒരു 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ടി സി എസിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഏകദേശം 3200 ആ റേഞ്ചിൽ വരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഒക്കെയാണ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒറ്റ സിംഗിൾ എൻട്രി എത്രയാണ് 4000-നുള്ളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ 4000 ആണ് വരുന്നതെങ്കിൽ 4000-നേക്കാളും കുറച്ച് താഴെ അല്ലെങ്കിൽ കുറച്ച് മുകളിലാണ് പോകുള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ 3400 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് അറ്റ് എ ടൈം എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. മറിച്ച് കുറച്ച് നാളുകൾ മുമ്പാണ് അപ്പം ഈ ടി സി എസിൻ്റെ വാല്യൂ ഒരു 2000-ലാണ് നിൽക്കുന്നത്. ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 ക്വാണ്ടിറ്റി എടുക്കാം. അതായത് 4000 രൂപയ്ക്ക് വേണ്ടി 2 ക്വാണ്ടിറ്റി എടുക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ എത്രയാണ്? 4000 ആണെങ്കിൽ 4000-നുള്ളിൽ എത്ര സ്റ്റോക്സ് വരുന്നോ അത് 1 ആയിരിക്കാം, ചിലപ്പോൾ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 3, 4 ആയിരിക്കാം. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. അത് 4000 എന്നുള്ളത് 4500-ലേക്ക് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 3500-ലേക്ക് കുഴപ്പമില്ല. ആ ഒരു സറൗണ്ടിങ്ങിൽ എത്തുന്ന രീതിയിൽ ക്വാണ്ടിറ്റി എടുക്കാൻ നോക്കുക. മാക്സിമം 4000 ക്രോസ് ചെയ്യുന്ന രീതിയിൽ തന്നെ എൻട്രി എടുക്കാൻ നോക്കുക. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു 5 വർഷത്തെ ഡേറ്റ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താ 5 വർഷത്തെ ഡേറ്റ എടുക്കുന്നത്? അപ്പോൾ കുറേ എല്ലാവരും ഇപ്പോൾ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, ഈ 5 വർഷത്തെ ഡേറ്റ എന്തുകൊണ്ട് എടുക്കുന്നു, അതിന് മുമ്പുള്ള ഡേറ്റ എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇപ്പോൾ പുറകോട്ട് നോക്കിയാലും കാണാം ഈ വമ്പനായിട്ടുള്ള കമ്പനീസ് വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹൈ ഉണ്ടാക്കുന്നതനുസരിച്ച് ഈ താഴെ എൻട്രി എടുത്തതും എല്ലാം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒരു 5 വർഷത്തെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തത മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ആദ്യം തൊട്ട് ഡേറ്റ ചെക്ക് ചെയ്യാം, നിങ്ങളത് ഡേറ്റ ചെക്ക് ചെയ്യണം, അതിനുശേഷം മാത്രമാണ് എൻട്രി എടുക്കാവുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന എൻ്റെ മെത്തേഡ്സാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. പ്രീമിയം മെത്തേഡ്സാണ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള മെത്തേഡ്സാണ്. മറ്റാരും പറഞ്ഞു തരില്ല ഈ ഒരു മെത്തേഡ്സൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി വരുന്നത്. അത് മാർക്ക് ചെയ്ത് ഇച്ചിരി മാറിപ്പോയതാണ്. ഈ ഒരു റീജിയനിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു, വീണ്ടും ഇവിടെ എൻട്രി വരുന്നു, ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു, വീണ്ടും ഇവിടെ എൻട്രി വരുന്നു, ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു. സെയിം റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ വീക്കിലി ക്യാൻഡിൽ ക്ലോസിംഗ് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു എൻട്രി ക്ലോസിംഗ് തന്നിട്ടുണ്ട്, പക്ഷേ 5% മുകളിലല്ല. ഇവിടെ 5% മുകളിലാണ്. ഇവിടെ എൻട്രി വരുന്നു, ഇവിടെ ക്ലോസിംഗ് വരുന്നു, വീണ്ടും എൻട്രി എടുക്കുന്നു, ക്ലോസിംഗ് വരുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. ഇവിടെ വീണ്ടും വീക്കിലി ക്ലോസിംഗ് വരുന്നു, ക്യാൻഡിലിന് 5% കൂടുതലാണ്, എൻട്രി വരുന്നു. ഈ ഒരു റീജിയനിലാണ് നമ്മുടെ ടാർഗറ്റ്. നമുക്ക് പക്ഷേ ഈ ഒരു റീജിയനിലാണ് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന ആ ഒരു എൻട്രി. ഇവിടെ വീണ്ടും എൻട്രി വന്നിരുന്നു, ആ ഒരു എൻട്രി ഈ ഒരു റീജിയനിലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഇതിന് താഴെ ഈ ഒരു റീജിയനിൽ എൻട്രി വരുന്നുണ്ടോ? ഇവിടെ ഒരു എൻട്രി വരുന്നുണ്ട്, ബട്ട് ഈ ഒരു റീജിയനിൽ തന്നെയാണ്, 5%-നുള്ളിൽ തന്നെയാണ്. ഇവിടെ ഒരു എൻട്രി വരുന്നുണ്ട്, അതും 5%-ൻ്റെ ഉള്ളിലാണ്. ഇതും എൻട്രി വരുന്നുണ്ട്, 5%-നുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും എൻട്രി വരുന്നില്ല, നോ എൻട്രി സോണാണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുണ്ടോ, ഇത് നമുക്ക് ഒരു ഹൈയിൽ നിന്നാണ്, അതെല്ലാം കട്ട് ചെയ്തു, അതെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നമുക്ക് ലാസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ നിൽക്കുന്ന പോർഷൻസ് ഏതാണെന്ന് നോക്കാം. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ നിൽക്കുന്നത് ഇതും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ലാസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന 3 പോർഷൻസേ ഉള്ളൂ. അതിൻ്റെ അത് ഒന്നാമത്തത് ഇതാണ്, ഈ ഒരു ജൂലൈയിൽ വരുന്ന എൻട്രിയാണ്. അത് ഇതുവരെ പ്രോഫിറ്റ് ബുക്ക് ആയിട്ടില്ല, ഇതും പ്രോഫിറ്റ് ബുക്ക് ആയിട്ടില്ല, ഇതും പ്രോഫിറ്റ് ബുക്ക് ആയിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഒരു 3-4-5-6 മാസമായിട്ട് വരുന്ന കറക്ഷനിൽ ഏതെങ്കിലും ഒരു എൻട്രി വരുന്നുണ്ടോ? ഇല്ല. ഒരൊറ്റ എൻട്രി ഇതുവരെ ടി സി എസിൽ വന്നിട്ടില്ല. എൻട്രി ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഡാർവെക്സ് ബോക്സ് തിയറിയിൽ ട്രെൻഡ് ഫോളോയിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്ക് ബ്രേക്കൗട്ട് തരുന്നതനുസരിച്ച് നമ്മൾ എൻട്രി ഒരു ക്യാൻഡിലിന് മുകളിലേക്ക് ബ്രേക്കൗട്ട് തരുന്ന അനുസരിച്ച് നമ്മൾ എൻട്രി എടുക്കുന്നതുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരൊറ്റ എൻട്രി ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളെന്താണ്, ഡാർവെക്സ് ബോക്സ് തിയറിയിൽ ചെറിയൊരു 5% എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ആഡ് ചെയ്ത് നമ്മൾ ഈ ഒരു എൻട്രീനെ നമ്മളവിടെ അവോയ്ഡ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തണം, നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഈ ഒരു റീജിയനിൽ നിന്ന് 5% താഴെയാണോ ഇത് വരുന്നത്? അതെ, 5% താഴെ വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു നോ എൻട്രി സോണാണ്. അപ്പോൾ ഇതിന് താഴെ എവിടെയെങ്കിലും അങ്ങനെ ഒരു ബ്രേക്കൗട്ട് തരുവാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും തീർച്ചയായിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുക. അപ്പോൾ ഡാർവെക്സ് ബോക്സ് തിയറി എക്സാക്റ്റ് ആയിട്ട് അല്ല എന്ന് പറയാൻ കാരണം എന്താണ്, ഡാർവെക്സ് ബോക്സ് തിയറിയിൽ മുകളിലേക്ക് പോകുന്ന ബ്രേക്കൗട്ടിലായിരിക്കും എൻട്രി എടുക്കുന്നത്. ബട്ട് നമ്മളെന്താണ്, നമ്മൾ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു റീജിയനിലാണെങ്കിലും നമുക്ക് മുകളിലേക്ക് ബ്രേക്കൗട്ട് തരുവാണെങ്കിൽ നമ്മൾ ഇവിടെ എൻട്രി എടുക്കും. അതുപോലെ തന്നെ SL ഇടുന്നുണ്ടോ? SL ഇടുന്നില്ല. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്, ഒരു 5%-ൻ്റെ സോൺ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതൊക്കെ കാണിച്ചു. അപ്പം ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇനി മറ്റൊരു ഡൗട്ട് വരുന്നത്, ഒരുപക്ഷെ ഈ ഒരു സ്റ്റോക്സ് നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്സ് ഒട്ടും താഴോട്ട് വന്ന് ഇല്ലാതായി കഴിഞ്ഞാലോ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒന്നുകിൽ മാർക്കറ്റ് ക്യാപിറ്റൽ 10-നുള്ളിൽ നിൽക്കുന്നിടം വരെ ആ ഒരു സ്റ്റോക്കുകളെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതല്ല അതിന് പുറത്തേട്ട് പോവുകയാണെങ്കിൽ, നിഫ്റ്റി 50-ക്കും പുറത്തേട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ആണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും അത് ബുക്ക് ചെയ്ത് നമുക്ക് എക്സിറ്റ് ആകാം. അത് അതേ രീതിയിൽ മാനേജ് ചെയ്യുക, അതിൻ്റേതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. അപ്പം ബട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ എക്സിറ്റ് ആകാതെ ഒരു നിഫ്റ്റി 50-ൽ നിന്ന ഒരു സ്റ്റോക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വന്ന ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്, യെസ് ബാങ്ക്. അതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് കൂടെ നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിനായിട്ട് എടുക്കാം. നമുക്കൊരു ട്രസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡിൽ.
അപ്പോൾ നമുക്ക് യെസ് ബാങ്കിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഒന്ന് നോക്കാം. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 400 എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് വെറും 20, 15 എന്ന റീജിയനിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു വീഴുന്ന സിനാരിയോയിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോയിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി വരുമോ? ഇവിടുന്ന് മാർക്കറ്റ് വീഴാൻ തുടങ്ങി 2018 ആ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി വരുമോ? ഇല്ല. ഈ ഒരു റീജിയനിൽ എൻട്രി വരുമോ? ഇല്ല. മറിച്ച് ഈ ഒരു റീജിയനിൽ എൻട്രി വരും. അപ്പോൾ അതിനുശേഷം അത് ടാർഗറ്റ് പ്രോഫിറ്റ് ബുക്ക് ആവുന്നുണ്ടോ? പ്രോഫിറ്റ് ബുക്ക് ആവുന്നുണ്ട്. ഇതുണ്ടോ? ഈ ഒരു റീജിയനിൽ എൻട്രി വരും, പ്രോഫിറ്റ് ബുക്കായോ? ഈ ഒരു റീജിയനിൽ വരും, പ്രോഫിറ്റ് ബുക്കായോ? ഈ ഒരു റീജിയനിൽ വരും, പ്രോഫിറ്റ് ബുക്കായോ? കണ്ടോ? നമുക്ക് 1, 2, 3, 4 തവണ പ്രോഫിറ്റ് ബുക്കായി. ഈ ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ബാക്കി വന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പ്രോഫിറ്റ് ബുക്കായി. അതിനുശേഷം അത് താഴോട്ട് പോരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വല്ല എൻട്രി വരുന്നുണ്ടോ? ഇവിടെ ഒന്നും എൻട്രി വരുന്നില്ല. ഉണ്ടോ? എന്ത് മനോഹരമായിട്ടാണ് ആ ഡാർബക്സ് ബോക്സ് തിയറി ഇതിൻ്റെ അകത്ത് അപ്ലൈ ആകുന്നത്. ഇവിടെ ഒന്നും എൻട്രി വരുന്നില്ല. മറിച്ച് ഇവിടെ വരുമ്പോൾ ഒരു എൻട്രി വരുന്നുണ്ട്. അപ്പോൾ നേരെ ആ 300 ഒരു എൻട്രി നമ്മൾ വന്നിട്ട് താഴോട്ട് പോകുന്നപ്പോൾ പിന്നെ വരുന്ന നെക്സ്റ്റ് എൻട്രി നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് ഏകദേശം ഒരു 65-70 ലെവലാണ്. അതിനുശേഷം ആ ഒരു എൻട്രി നമ്മളിവിടെ പ്രോഫിറ്റ് ബുക്ക് ആവുകയാണ്. ഈ ഒരു പോയിന്റിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ആവുകയാണത്. ഉണ്ടോ? ആ എൻട്രി നമുക്ക് ഇവിടെ, രണ്ടാമത്തെ എൻട്രി ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ആവുകയാണ്. മൂന്നാമത്തെ എൻട്രി ഇവിടെ വരുന്നു. നാലാമത്തത് ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഒരു തവണ മൂവ് ചെയ്ത സമയത്ത് അതും പ്രോഫിറ്റ് ബുക്ക് ആവുകയാണ്. പിന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വീണ സമയത്ത് എൻട്രി വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഈ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി വരുന്നുണ്ട്. നമുക്ക് എത്ര പോയിൻറ്റ്സ് ആണ്? ഒന്ന് 300 ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. രണ്ടാമത് നമ്മുടെ കയ്യിലുള്ള ഒരു എൻട്രിയാണ് നമുക്ക് ഈ ഒരു റീജിയനിൽ ഏകദേശം 45-50 റീജിയൻ 45-ലുള്ള ഒരു പോയിന്റ്. അപ്പോൾ 300, 45 നമ്മുടെ കയ്യിലുണ്ട്. ബാക്കിയുള്ളതെല്ലാം എക്സിറ്റായി. ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തത് ഇവിടെ എക്സിറ്റ് ആവുകയാണ്. ഈ ഒരു റീജിയനിൽ എടുത്ത് ഈ ഒരു റീജിയനിൽ എക്സിറ്റ് ആവുകയാണ്. നമ്മുടെ കയ്യിൽ വെറും 2 ക്വാണ്ടിറ്റി മാത്രമാണ്, 2 പോർഷൻ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. ഇത് എൻട്രി എടുത്ത് ഇവിടെ എക്സിറ്റായി, ഇത് എൻട്രി എടുത്ത് ഇവിടെ എക്സിറ്റായി, പിന്നെ ഇത് എൻട്രി എടുത്തത് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തുകൊണ്ട് ഇതുണ്ട്. ഈ 3 ഇപ്പോൾ 3, 2, 5 നമ്മുടെ കയ്യിൽ ബാലൻസ് വന്നു. 5 പോർഷൻ വന്നതിൽ നമുക്ക് വീണ്ടും ഈ ഒരു റീജിയനിൽ ഇത് പ്രോഫിറ്റ് ബുക്ക് ആവുകയാണ്. ഇതും ഏകദേശം കറക്റ്റ് പ്രോഫിറ്റ് ബുക്കായി തോന്നുന്നു. ബാക്കി അപ്പം വീണ്ടും 3 പോർഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലേക്ക് പോകുമ്പോൾ അത് പ്രോഫിറ്റ് ബുക്ക് ആവുകയാണ്. ഇതുണ്ടോ? ഇതിവിടെ പ്രോഫിറ്റ് ബുക്കാവും, ഇതിവിടെ പ്രോഫിറ്റ് ബുക്കാവും. ഇവിടെ എൻട്രി എടുത്ത് ഇവിടെ പ്രോഫിറ്റ്, ഇതിവിടെ പ്രോഫിറ്റ് ഉണ്ടോ? അപ്പം വീണ്ടും 2 പോർഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതായത് നമ്മൾ 50, 70 അടുത്ത് ഓർണം, 300 അടുത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇവിടെ എൻട്രി എടുത്ത് പ്രോഫിറ്റ്, ഇവിടെ എൻട്രി എടുത്ത് പ്രോഫിറ്റ്, ഇവിടെ എൻട്രി എടുത്ത് പ്രോഫിറ്റ്, ഇവിടെ എൻട്രി എടുത്ത് പ്രോഫിറ്റ്, ഇവിടെ എൻട്രി എടുത്ത് പ്രോഫിറ്റ്. നമ്മുടെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? ബാക്കി ഇത് പ്രോഫിറ്റ്. ബാക്കി ഇപ്പം 3 ബാക്കിയുണ്ട്. ഇത് പ്രോഫിറ്റ് 4, 5. ടോട്ടൽ നമ്മുടെ കയ്യിൽ 5 ക്വാണ്ടിറ്റി മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളൂ. നമ്മൾ അതിനിടയ്ക്ക് ഒരു 50 തവണ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇത്രയും വലിയൊരു കറക്ഷൻ ഉണ്ടായ, ഇത്രയും വലിയൊരു ക്രാഷ് ഉണ്ടായ, അതായത് വെറും 10 രൂപ എന്ന പോയിന്റിലേക്ക് വന്നു 400-ൽ നിന്ന്. 400 എന്ന പ്രൈസ് പോയിന്റിൽ നിന്ന് വെറും 10 രൂപയിലേക്ക് വന്നതിനെയും നമ്മൾ മാനേജ് ചെയ്തത് എന്ത് മനോഹരമായിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും മനോഹാരിത. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള പ്രീമിയം മെത്തേഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊരു 1000 ലൈക്ക്, ഏറ്റവും മിനിമം 1K ലൈക്കെങ്കിലും ഈ വീഡിയോയ്ക്ക് വരുന്നതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പ്രീമിയം മെത്തേഡ്സ് ഇനിയും ഈ ഒരു ചാനലിൽ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും വേണം എനിക്ക്. അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇത് വാല്യുബിളായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. ഇത്രയും മനോഹരമായിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ വേറെ ഏതെങ്കിലും ചാനലിൽ കിട്ടുന്നുണ്ടോ എന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് വളരെ ജെന്യുവൻ ആയിട്ടുള്ള മെത്തേഡ്സ് മാത്രമാണ് ചെയ്യാറുള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഒരു സാധാരണക്കാരന് വരെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഞാൻ ആദ്യമേ 2 ലക്ഷത്തിൽ നിന്ന് 10 കോടിയിലേക്ക് പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടി ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പോസിബിൾ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മുമ്പോട്ട് കോമ്പൗണ്ടിങ്ങിലേക്കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയാണ് ഞാൻ ചെയ്തത്. ഇനി നിങ്ങൾ ഓരോ ചാർട്ട് എടുത്തും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ITCയുടെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2024 മാത്രമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. 2024 തൊട്ട് ഇപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു റീജിയണിൽ ഇതൊരു എൻട്രി ആയിരുന്നു. കാരണം വീക്കിലി ക്ലോസിങ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് എൻട്രി ആയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അവിടെ നിന്ന് നമ്മൾ 10% ടാർഗറ്റ് ഈ ഒരു റീജിയണിലേക്കാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. ഈ ഒരു റീജിയൺ. അതിനുശേഷം നമുക്ക് വരുന്ന നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു 5% റീജിയനിൽ തന്നെയാണ്. അപ്പോൾ അവിടെ എൻട്രി വരില്ല. ബട്ട് ഇവിടെ എൻട്രി വരും. നമുക്ക് എക്സാക്റ്റ് ആയിട്ടല്ല, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അത് നമ്മുടെ ഈ ഒരു റേഞ്ചിനേക്കാളും ആ ഒരു റേഞ്ചിനേക്കാളും ഇത് 5% മുകളിലല്ലേ? അതെ, 6% മുകളിലാണ്. അപ്പോൾ അവിടെ ഒരു എൻട്രി വരും. അത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അത് നമുക്ക് അവിടെ വീണ്ടും മാർക്ക് ചെയ്യാം. അവിടെ നെക്സ്റ്റ് എൻട്രിയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഒരു എൻട്രി വരും. വീക്ക്ലി ക്ലോസിങ് തന്നിട്ടുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്യണമെങ്കിൽ സമയം എടുക്കും. പതുക്കെ മാർക്ക് ചെയ്തെടുക്കുക. അവിടെ ഒരു എൻട്രി വന്നു. അപ്പം നമ്മൾ ആദ്യമേ എൻട്രി എടുത്തത് പ്രോഫിറ്റ് ആയോ? പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇവിടെ എൻട്രി എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നമുക്ക് അപ്പം ഒരു ദിവസം എൻട്രി എടുത്ത് പിറ്റേ ദിവസം അത് പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയുള്ള കേസല്ല. ഇത് പതുക്കെയാണ് വരുള്ളൂ. കണ്ടോ, ഇതിൻ്റെ 10% പ്രോഫിറ്റ് ബുക്കായോ? പ്രോഫിറ്റ് ബുക്കായി. എക്സാക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇതും നമ്മുടെ ഒരു എൻട്രിയാണ്. ഈ ഒരു എൻട്രിയിൽ നമുക്ക് ഇതുവരെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല. കാരണം ഇത് മുകളിലേക്ക് പോകുമ്പോൾ 10% എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റീജിയനാണ്. അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വരാത്തതാണ്. ബാക്കി ഈ ഒരു ഇതെല്ലാം 5% നിൽക്കുന്നതാണ്. ഇവിടെ ഒരു ക്ലോസിങ് തന്നിട്ടില്ല. ഇവിടെ നമുക്കൊരു ക്ലോസിങ് തന്നിട്ടുണ്ട്. ബട്ട് ഇത് എക്സാക്റ്റായിട്ട് വലിയ മാറ്റങ്ങളില്ല. 5% തന്നെയാണ് നിൽക്കുന്നത്. ഇതും 5% തന്നെയാണ് നിൽക്കുന്നത്. ഇതും 5% തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു എൻട്രി ഇതുവരെ ഇതുണ്ടോ, ഇവിടെ ഒന്നും നമുക്ക് ഇതുവരെ ഒരു എൻട്രി വരുന്നില്ല. മനസ്സിലായി? അപ്പോൾ നമുക്ക് ആകെപ്പാട് ITCയിൽ നമുക്ക് ഇപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ നിൽക്കുന്ന ഈ ഒരു മാർക്കറ്റ് കറക്ഷനിൽ വെറും ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത്രയും പോർഷൻസ് ഉണ്ട്, അപ്പോൾ ഈ ബാക്കിയുള്ള എമൗണ്ട് കുറേ ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് കിടക്കുന്നുണ്ട്. ആ ഒരു എമൗണ്ടിന് നമുക്ക് എന്ത് കോമ്പൗണ്ടിങ് കിട്ടും? നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും പറഞ്ഞുതരാം. അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ബാക്കിയുള്ള എമൗണ്ട്. അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള എമൗണ്ട് ഇപ്പോൾ നമ്മൾ 2 ലക്ഷത്തിൽ ചിലപ്പോൾ 5,000 ആദ്യമേ എൻട്രി എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 1-2 വീക്കുകളിൽ നമുക്കൊരു 20,000 രൂപയായിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്. ബാക്കിയുള്ള എമൗണ്ട് ഫുള്ള് ബാലൻസ് ഉണ്ടായിരിക്കും. ആ ബാലൻസ് ഉള്ള എമൗണ്ട് നമുക്ക് ലിക്വിഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലിക്വിഡ് ഫണ്ട് എന്താണ്? ആ ലിക്വിഡ് ഫണ്ട് ഏതെങ്കിലും ഡെപ്റ്റിലോ അല്ലെങ്കിൽ ബോൺസിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും ട്രഷറീസിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് കൃത്യമായിട്ടുള്ള റിട്ടേൺ തരും. അതായത് നമുക്ക് ഈ ഒരു മാർച്ച് തൊട്ട് ജൂൺ വരെ നമുക്കൊരു 1.5 ലക്ഷം രൂപ അതിൻ്റെ അകത്ത് വേണ്ട, 50,000 രൂപ മതിയെങ്കിൽ അത്രയും കാലത്തെ ആ 1.5 ലക്ഷം രൂപ ഈ ഒരു ലിക്വിഡ് ഫണ്ടിൽ, ഒരു ലിക്വിഡ് കേസ് എന്ന് പറയുന്നത് സെറോദ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഫണ്ടാണ്. അപ്പം ഈ ഒരു ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു 2 മാസത്തേക്കുള്ളത് അല്ലെങ്കിൽ 3 മാസത്തേക്കുള്ളത്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഈ ജൂൺ വരെയുള്ള ആ ഒരു റിട്ടേൺ നമുക്ക് ഈ ഒരു ഫണ്ടും തരും. മനസ്സിലായി? അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒന്നും ഇടുന്നില്ല. നമ്മൾ ആവശ്യമുള്ളത് നമ്മുടെ മെത്തേഡിൽ വരുമ്പം മാത്രം അത് നമ്മുടെ മെത്തേഡിൽ ഡിപ്ലോയ് ചെയ്യും. ബാക്കിയുള്ള സമയത്തെല്ലാം ഇപ്പം ഒരുപക്ഷെ ആദ്യമേ നമ്മുടെ കയ്യിൽ മാർച്ചിൽ നമുക്ക് ഒരു 50,000 രൂപയുടെ എൻട്രി നമ്മൾ എടുത്തു. അതിനുശേഷം നമുക്ക് ഏപ്രിലാണ് നമുക്ക് അപ്പം ബാക്കി എത്രയുണ്ട്? 1.5 ലക്ഷം രൂപ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചു. ഏപ്രിൽ ആകുമ്പോഴത്തേനും നമുക്ക് വീണ്ടും നമുക്ക് ഒരു 20,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് 20,000 രൂപ നമ്മൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ മെത്തേഡിൻ്റെ അകത്തിട്ട് വീണ്ടും ആഡ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് എൻട്രി വരുന്നില്ല, വീണ്ടും നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ആഡ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്നു, തിരിച്ച് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുന്നു, ഇതിൻ്റെ അകത്ത് എടുക്കുന്നു, തിരിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് എടുക്കുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതനുസരിച്ച് നമ്മൾ തിരിച്ച് ഇതിൻ്റെ അകത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. റിമൈനിങ് എമൗണ്ട് ബാലൻസ് ആയിട്ട് വെറും ഡെഡ് മണി ഇട്ട് വെക്കത്തില്ല നമ്മുടെ അക്കൗണ്ടിൽ. അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത്, അതായത് ഈ ആഴ്ചയിലാണ് ക്ലോസിംഗ് വരുന്നത്, അപ്പോൾ ആഴ്ചയിലൊക്കെയാണ് നമ്മൾ എൻട്രി വരുള്ളൂ. ബാക്കി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഒന്നും വരില്ല. നമ്മൾ ഒരു വെള്ളിയാഴ്ച ഈവനിങ്ങോട് കൂടിയാണ് എൻട്രി വരുള്ളൂ. അപ്പം ആ ഒരാഴ്ച നമുക്ക് എത്ര ക്യാപിറ്റലുണ്ടോ അത് ഫുള്ള് ഇങ്ങനെ ലിക്വിഡ് ഫണ്ടിൽ ഇട്ട് വെക്കാം. അത് ലിക്വിഡ് കേസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേത് നിപ്പോൺ ഇന്ത്യയുടെ ലിക്വിഡ് ഫണ്ട്സ് ഉണ്ട്, ലിക്വിഡ് ETF-കളുണ്ട്, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാനും ഇടാനും ഒക്കെ താമസങ്ങൾ വരും. പിന്നെ അതിൻ്റെ അകത്ത് എക്സ്പെൻസ് റേഷ്യോയും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ് കേസ് ഏറ്റവും ബെസ്റ്റാണ്. ലിക്വിഡ് ഫണ്ടുകളിൽ ലിക്വിഡ് ETF-കളാണ് ബെസ്റ്റ്. ഇത് മനസ്സിലായി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു കോമ്പൗണ്ടിങ്ങിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് എക്സൽ ഷീറ്റുകൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതുണ്ട്, ഇതൊരു എക്സൽ ഷീറ്റാണ്. അപ്പോൾ നമ്മൾ അതിൽ ഒരുപാട് ഡേറ്റ ഫിറ്റ് ചെയ്യാനും അത് കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാം വളരെ അനായാസമായിട്ട് ഈ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞ എക്സൽ ഷീറ്റ് നമുക്ക് അവസരങ്ങൾ തരുന്നു. അപ്പോൾ നമുക്ക് 1 കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു പേജുണ്ട്, 2 എൻട്രിയുടെ ഒരു പേജുണ്ട്, 3 എക്സിറ്റിൻ്റെ ഒരു പേജുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ കോമ്പൗണ്ടിങ്ങിൻ്റെ പേജ് എടുക്കാം. കോമ്പൗണ്ടിങ്ങിൻ്റെ പേജ് എടുത്തു. കോമ്പൗണ്ടിങ്ങിൻ്റെ പേജിൽ നമുക്ക് ഇവിടെ എത്രയാണോ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ അതിനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ 4,000 എന്നുള്ളത്, അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഇപ്പം 1 ലക്ഷത്തിനെ 4,000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് 2,000 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടേതായ ഷീറ്റ് ആകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇത് 2,000 ആക്കി കൊടുക്കാം. നിങ്ങളുടേതായ ഷീറ്റായി മാറും. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഷീറ്റായി മാറും. അപ്പോൾ ഞാനിവിടെ 1 ലക്ഷം അല്ല 2 ലക്ഷം വെച്ചാണ് മിനിമം ചെയ്യുന്നത്. കുറച്ചും കൂടെ ഫേവറബിൾ, എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ 2 ലക്ഷം ഇട്ടേക്കുന്നത്. അപ്പോൾ 2 ലക്ഷത്തിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് 4,000 ആണ്. അപ്പം ഈ ഒരു കോളത്തിൽ മാത്രമാണ് നിങ്ങൾ ചേഞ്ച് വരുത്തേണ്ട കാര്യമുള്ളൂ. അതായത് സെക്കൻഡ് B2 എന്ന് പറഞ്ഞ കോളത്തിൽ മാത്രമാണ് ചേഞ്ച് വരുത്തേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ഒരു എക്സൽ ഷീറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ വന്ന്
വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സൽ ഷീറ്റുകളുടെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോപ്പി തരുന്നതായിരിക്കും. ആ ഒരു കോപ്പി ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് സേവ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റൊക്കെ ചെയ്യാൻ സാധിക്കും, നിങ്ങളുടേതായ ചേഞ്ച്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം ഇവിടെ മാത്രം ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ 4 ലക്ഷം 2 ലക്ഷമാണ് നമ്മുടെ ക്യാപിറ്റലുള്ള ആണ്, അതുകൊണ്ടാണ് 4000 എന്ന് അടിച്ചു കൊടുത്തത്. ഇനി നമ്മൾ ആദ്യമേ ഡിവൈഡ് ചെയ്തു, നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തു. ഒരു എൻട്രി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും 4400 രൂപയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത്. 4000 രൂപയ്ക്ക് എൻട്രി എടുത്ത് അത് 10% പോയി കഴിയുമ്പോൾ 4400 ആവും. നമുക്ക് പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ് കിട്ടുന്നത്? 400 രൂപയാണ് കിട്ടുന്നത്. ഇനി 400 രൂപയ്ക്കകത്ത് നിന്ന് കുറച്ച് ബ്രോക്കറേജ് പോകും, നമുക്ക് ഏകദേശം 26 രൂപയാണ് ബ്രോക്കറേജ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം മെത്തേഡ്സും എക്സൽ ഷീറ്റും എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്. അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടാണ് നിങ്ങൾ ഓപ്പൺ ആക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാം. ഇങ്ങനെ ഒരു മെത്തേഡ് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന വഴി നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ പ്രീമിയം മെത്തേഡ്സ്, ഇനി വരുന്ന പ്രീമിയം മെത്തേഡ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള അക്കൗണ്ട് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉപയോഗിച്ച് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡിമാറ്റ് അക്കൗണ്ട് എപ്പോഴും മാറ്റി വെക്കണം. അതായത് ഇങ്ങനൊരു മെത്തേഡ് നമ്മൾ ജെനുവിനായിട്ട് വർഷങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനൊരു ജെനുവിൻ ഒരൊറ്റ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇതിന് തന്നെ വേണ്ടി വരും. ബാക്കിയുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അക്കൗണ്ട് വേറേതായിരിക്കണം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെത്തേഡ് വേറേതായിരിക്കണം. ഓക്കെ, എല്ലാത്തിനും ഡിമാറ്റ് അക്കൗണ്ട് വേറെ വേറെ എടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. 2 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ ക്യാപിറ്റലല്ല, അതുമല്ല അത് വലിയൊരു എമൗണ്ടിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? 400. 26 രൂപ ഏകദേശം ബ്രോക്കറേജ്, അത് സെല്ല് ചെയ്യുന്ന സമയത്ത് DP ചാർജ് ഉണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, GST ഉണ്ട്, എല്ലാം കൂടെ കൂടി 26 രൂപ പോകും. റിമൈനിങ് പ്രോഫിറ്റ് എത്രയാണ്? 400 × 26 പോയി 374 രൂപയുണ്ട്. അതിൻ്റെ അത് നമ്മൾ 20%, അതായത് നമ്മൾ എൻട്രി എടുത്തിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ട് അത് വിൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ 2-3 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസം കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ 4-5 മാസം കഴിയുമ്പോഴത്തേനും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ 20% ഓരോ പ്രോഫിറ്റ് ബുക്കിങ്ങിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 75 രൂപ നമുക്ക് ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്? 374 നിന്ന് 75 രൂപ ഇൻകം ടാക്സ് കുറഞ്ഞതിന് ശേഷം ബാക്കി 299 രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് വരുന്നത്. 299 രൂപ നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വന്നു. അത് ഒരു എൻട്രി എടുത്ത് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 4000 രൂപയ്ക്ക് എൻട്രി എടുത്ത് 4500 വിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 300 രൂപ അടുത്താണ്. അത് ചെറിയ വേരിയേഷൻസ് വരും. 300, 310 രൂപ അല്ലെങ്കിൽ 290, 200, 300, അത് ബ്രോക്കറിനനുസരിച്ച് വേരിയേഷൻസ് വരാം. 300 രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ ഇനി അതിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഓരോ എൻട്രിയിലും നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്. അതൊരു ബിസിനസ്സാണ്. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നമ്മൾ ഈ ചെയ്യുന്നത്, ഇതൊരു ബിസിനസ്സാണ്. ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ലാഭം നമ്മൾ ആദ്യം തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ 20% നമ്മുടെ പ്രോഫിറ്റ് എമൗണ്ടിൻ്റെ 20% നമ്മൾ സെൽഫ് ഡിവിഡൻ്റ് ആയിട്ട് എടുക്കാൻ തുടങ്ങും. നമ്മൾ 60 രൂപ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുകയാണ് ആദ്യം തൊട്ട് തന്നെ. പാസീവ് ഇൻകം വരാൻ തുടങ്ങിയാണ്. നമ്മൾ 60 രൂപ ആദ്യത്തെ ഒരു ട്രേഡ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ 60 രൂപ നമുക്ക് കിട്ടി. നമ്മളൊരു ഹോട്ടലിൽ പോയി ഒരു ചായയും ഒരു കടിയും കഴിച്ചു. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ പാസീവായിട്ടൊരു ഇൻകം വരാൻ തുടങ്ങിയാണ്. ഓക്കെ, നമുക്ക് 60 രൂപ നമ്മൾ സ്വന്തമായിട്ട് എടുത്തു. അതിൻ്റെ അകത്ത് നിന്ന് ബാക്കി 239 രൂപ നമ്മൾ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി ഇടുവാണ്. അല്ലാതെ നമ്മൾ എന്നും ഈ 4000 രൂപയ്ക്ക് തന്നെ എൻട്രി എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി വളരുമോ? ഇല്ല. നമുക്ക് കുറച്ച് പൈസ നമ്മൾ ഡിവിഡൻ്റായിട്ട് നമ്മൾ സ്വന്തമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കമ്പനീനെയും വളർത്തണം. അതിനുവേണ്ടി നമ്മൾ 240 രൂപ നമ്മൾ കമ്പനിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരു ട്രേഡ് അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് 240 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ 50 തവണ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ടോട്ടലായിട്ട് 11,900 അതായത് നമ്മൾ 50 തവണ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് നമ്മുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യേണ്ട പ്രോഫിറ്റ് 11,965 രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. അത് ടാക്സും കൊടുത്ത് ബ്രോക്കറേജും കൊടുത്ത് എല്ലാം കൊടുത്ത് നമ്മൾ സ്വന്തമായിട്ട് ഡിവിഡൻറ്റും എടുത്തിട്ട് ഏകദേശം 11,900, അതായത് 12,000 രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് നമ്മൾ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം 2,990 രൂപ, അതായത് 3,000 രൂപ അടുത്ത് നമ്മൾ ഡിവിഡൻ്റായിട്ടും എടുത്തിട്ടുണ്ടാകും. അപ്പം ഈ ഒന്നാമത്തെ ഈ ഒരു സ്റ്റേജ് കഴിയുന്ന അത്ര എളുപ്പമാണോ? അത്ര എളുപ്പമല്ല, സമയമെടുക്കും. ബട്ട് നമ്മൾ ഒന്നാമത്തെ സ്റ്റേജ് കഴിയുമ്പം, ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 50 തവണ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കണം. അപ്പം ചിലപ്പോൾ ഒരു 3, 4, 5, 6 മാസങ്ങളെടുക്കും. അപ്പോൾ 50 തവണ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി കഴിയുമ്പോഴാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നു. അപ്പോൾ എത്രയാണ് ആ ഒരു ക്യാപിറ്റൽ? ഇവിടുത്തെ ആ ഒരു നമ്മുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. വീണ്ടും അതിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇനി തൊട്ട് എൻട്രി എടുക്കുന്നത് 4,239 രൂപയ്ക്കായിരിക്കും. അതിന് ശേഷം എൻട്രി എടുക്കുന്നത്. ആദ്യമേ 4,000 വെച്ചാണ് 50
പ്രോഫിറ്റ് ബുക്കിംഗ് വരെ എൻട്രി എടുത്തത്. അതിനുശേഷം നമ്മൾ 4239 വെച്ചാണ് എൻട്രി എടുക്കുന്നത്. അപ്പം അവിടെ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? ഇച്ചിരി കൂടുകയാണ് നമ്മുടെ പ്രോഫിറ്റ്. 4663 പോകുന്നു. 424 പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. 27 രൂപ ബ്രോക്കറേജ്, 397 പ്രോഫിറ്റ്, ഇൻകം ടാക്സ് 79 രൂപ കൊടുത്തു. പ്രോഫിറ്റ് 318 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി. 64 സെൽഫ് ഡിവിഡൻഡായി. ഗ്രോത്ത് എമൗണ്ടിലേക്ക് 254 ഇട്ടു. അങ്ങനെ 50 തവണ കഴിയുമ്പോഴത്തേനും 12,000 രൂപ നമുക്ക് പ്രോഫിറ്റ് വരുന്നു. 3178 രൂപ നമ്മൾ സ്വന്തമായിട്ട് ഡിവിഡൻഡായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയി. അങ്ങനെ സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആയി. അപ്പോൾ സമയമെടുക്കും. അപ്പോൾ സമയം എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. കാരണം നമ്മൾ സമയം എടുക്കുന്നതനുസരിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഡിവിഡൻഡ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മളിത് കണ്ടോ, ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും സെൽഫ് ഡിവിഡൻഡ് എടുത്തെടുത്താണ് പോകുന്നത്. ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും ആദ്യമേ ഓരോ ട്രേഡിനും 60 രൂപ ഡിവിഡൻഡായിട്ട് എടുത്ത് നമ്മളൊരു കുറേ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു 15 സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് സെൽഫ് ഡിവിഡൻഡായിട്ട് നമ്മൾ 131 രൂപ സെൽഫ് ഡിവിഡൻഡായിട്ട് എടുത്തു. നമ്മൾ 6000 രൂപ നമ്മൾ ടോട്ടലായിട്ട് 50 സ്റ്റെപ്പിന് വേണ്ടി നമ്മൾ ഡിവിഡൻഡ് എടുക്കുകയാണ്. നമ്മൾ ആദ്യമേ ഇത് അമേസിംഗ് ആയിട്ടുള്ള സെൽഫ് ഡിവിഡൻഡോ അല്ലെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ക്യാപിറ്റൽ ഗെയിനോ കാണാൻ പറ്റില്ല. ബട്ട് നമ്മൾ കുറച്ച് മുകളിലേക്ക് പോയി ഒരു 10 ലക്ഷം എന്ന ക്യാപിറ്റൽ 1030 സ്റ്റെപ്പ് കംപ്ലീറ്റ് കഴിയുമ്പം അതിനുശേഷം നമുക്ക് വേഗം ഒരു 40ാമത്തെ സ്റ്റെപ്പിൽ 10 ലക്ഷം എന്നത് 30 സ്റ്റെപ്പിലാണ് നമ്മൾ 10 ലക്ഷം എത്തിയത്. 40ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 20 ലക്ഷത്തിലേക്ക് വരുന്നു. അത് നേരെ 50ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 35 ലക്ഷത്തിലേക്ക് വരുന്നു. നമ്മൾ നേരെ 60ാമത്തെ സ്റ്റെപ്പിൽ നമ്മളത് 64 ലക്ഷത്തിലേക്ക് വരുന്നു. അത് നമ്മൾ നേരെ 70ാമത്തെ സ്റ്റെപ്പിൽ അത് 1 കോടി ക്രോസ് ചെയ്യുകയാണ്. 1,17,000 ലക്ഷം എന്ന 17 ലക്ഷം എന്ന എമൗണ്ടിലേക്ക് പോവുകയാണ്. നേരെ 80ാമത്തെ സ്റ്റെപ്പിൽ 2,15,00,000 എന്ന എമൗണ്ടിലേക്ക് പോകുന്നു. അത് നേരെ 90ാമത്തെ സ്റ്റെപ്പിൽ അത് 3,94,00,000 എന്ന എമൗണ്ടിലേക്ക് പോകുന്നു. അത് നേരെ 100ാമത്തെ സ്റ്റെപ്പിൽ 7,22,00,000 എന്ന എമൗണ്ടിലേക്ക് പോകുന്നു. അത് നേരെ 106ാമത്തെ സ്റ്റെപ്പിൽ അത് നമുക്ക് 10,38,20,181 എന്ന ക്യാപിറ്റലിലേക്ക് വരുന്നു. ഇത് ക്യാപിറ്റൽ മാത്രമല്ല കൂടിയത്, നമ്മൾ സെൽഫ് ഡിവിഡൻഡായിട്ട് എത്ര എമൗണ്ടാണ് യൂട്ടിലൈസ് ചെയ്തെന്ന് നോക്കണം. അതായത് നമ്മൾ 50ാമത്തെ സ്റ്റെപ്പിൽ വന്നപ്പം 69,000, 78,000, 60ാമത്തെ സ്റ്റെപ്പിൽ 1,00,000 രൂപ നമ്മൾ സെൽഫ് ഡിവിഡൻഡായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തു. നമ്മുടെ പാസീവ് ഇൻകം കൂടി വരുന്നത് കണ്ടോ. 83ാമത്തെ സ്റ്റെപ്പിൽ 4,02,511 രൂപയാണ് നമ്മൾ സെൽഫ് ഡിവിഡൻഡായിട്ട് യൂസ് ചെയ്തത്. അത് മുകളിലേക്ക് പോയി ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്രയാണ്? 16,19,135 രൂപ. അത് 15-16 ലക്ഷം രൂപയാണ് നമ്മൾ സെൽഫ് ഡിവിഡൻഡായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിന് പവർ ഉണ്ടോ? ഈ ഒരു മെത്തേഡിന് പവറുണ്ട്. സമയമെടുക്കും, ടൈം എടുക്കും, ഡിസിപ്ലിൻ വേണം, ഇതെല്ലാം വേണം. ബട്ട് ഇതിന് പവറുണ്ട്. എക്സാക്റ്റ് ആയിട്ട് കാൽക്കുലേഷനാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പും പതുക്കെയാണ് കവർ ചെയ്തോളൂ. ബട്ട് നമ്മൾ ഈ ഒരു വെറും നമ്മുടെ 2 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ പവറാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഈ ഒരു 100 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും അത് 10 കോടി എമൗണ്ടിലേക്കാണ് പോകുന്നത്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പൗണ്ടിങ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു പവറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എൻട്രി വരുന്നത്. ഇനി എൻട്രി വരുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്റ്റോക്കിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സൽ ഷീറ്റ് വെച്ചെടുക്കും. അപ്പോൾ ഞാനൊരു സിവിൽ രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഷീറ്റിൻ്റെ അകത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ഇറേഴ്സും മിസ്റ്റേക്സും ഒക്കെ വരും. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഒരിക്കലും 100% ഇത് ശരിയാണെന്ന് പറയരുത്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇതിനകത്ത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഫെച്ച് ചെയ്യുന്നത് കുറച്ച് താമസവും അതൊക്കെ ഉണ്ടാകാം. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? ലാസ്റ്റ് ബൈ ചെയ്ത്, ഇപ്പോൾ റിലയൻസിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് ബൈ ചെയ്ത പ്രൈസ് നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഓരോ തവണ എൻട്രി എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ റിലയൻസിൽ ലാസ്റ്റ് പ്രൈസ് എത്രയാണ്? ലാസ്റ്റ് പ്രൈസ് ബൈ ചെയ്ത പ്രൈസ് ഒരു പക്ഷേ ഒരു 3 ആഴ്ച മുമ്പായിരിക്കും. ആ എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ എൻട്രി ചെയ്ത് കൊടുത്തേക്കുക. ഞാൻ ലാസ്റ്റ് ബൈ ചെയ്ത പ്രൈസ് 1,300 1,300 അപ്പോൾ ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പം നെക്സ്റ്റ് വീക്ക് വരുമ്പോഴത്തേനും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ 1,365 അല്ലെങ്കിൽ 1,235 ഇടയ്ക്കാണ് ഇത് നിൽക്കുന്നതെങ്കിൽ നമുക്കന്ന് അവോയ്ഡ് ചെയ്യാം. ആ ഒരു വീക്കിൽ അവോയ്ഡ് ചെയ്യാം. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഇവിടെ ലാസ്റ്റ് എൻട്രി എടുക്കുന്ന പ്രൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തന്നെ എൻട്രി ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇൻഫോസിസിൽ എൻട്രി എടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ 1,578 നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് എൻട്രി പ്രൈസ് ആണെങ്കിൽ നമ്മൾ 1,578 നമ്മൾ എൻട്രി എടുത്ത് കഴിയുമ്പോൾ തന്നെ 1,578 കൊടുത്തു. ഇനി നമ്മൾ അടുത്ത വെള്ളിയാഴ്ച നോക്കുമ്പം ഇത് 1,499 1,656 ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ ചാർട്ടിലേക്ക് പോലും പോകേണ്ട കാര്യമില്ല, അത് അവോയ്ഡ് ചെയ്യും. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഇൻഫോസിസ് ഇത് 1,700 എന്ന പ്രൈസിലാണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് അടുത്ത വീക്കിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം.
ബട്ട് നമ്മൾ വീക്കിലി ചാർട്ട് ഓപ്പൺ ആക്കി കൃത്യമായിട്ട് ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ ആ ഒരു ക്യാൻഡിൽ ക്ലോസിങ് തരുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ അതായത് 1499-നും 1656-നും ഇടയിലല്ല, 1700-ലാണ് അടുത്ത വീക്കിൽ ഇത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വീക്ക് അവസാനത്തോടെ വെള്ളിയാഴ്ചത്തോടു കൂടി എങ്കിൽ എൻട്രി എടുക്കുവാണോ കണ്ടും പൂട്ടി? അല്ല, മറിച്ച് നമുക്ക് ഈ വീക്കിലി ക്യാൻഡിൽ ഒന്ന് ഓപ്പൺ ആക്കി അതിന് മുകളിൽ ക്ലോസിങ് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് ക്ലോസിങ് തരാൻ കൂടുതൽ ചാൻസ് ആണ് അതിൻ്റെ അകത്ത് എങ്കിൽ നമുക്കൊന്ന് കൺഫർമേഷൻ ചെയ്യാം. കൃത്യമായിട്ട് ക്ലോസിങ് തരുന്നുണ്ടെങ്കിൽ അവിടെ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ എൻട്രിക്ക് വേണ്ടിയുള്ള ചാർട്ടാണിത്. നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ നമ്മൾ എൻട്രി എടുക്കേണ്ടത്, നമ്മൾ ഓരോ തവണയും പുതിയ എൻട്രി എടുക്കുന്ന സമയത്ത് ഇവിടെ ഓരോ സ്റ്റോക്കിൻ്റെയും ലാസ്റ്റ് ബൈയിങ് പ്രൈസ് എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പുതിയ എൻട്രി എടുക്കാൻ നമ്മളെ സഹായിക്കും. ഇനി മറ്റൊരു ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, എക്സിറ്റിൻ്റെ. അപ്പോൾ ഞാനിത് ഇപ്പോൾ നമ്മൾ റിലയൻസിലാണ് എൻട്രി എടുക്കുന്നത്. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യമേ 1252 എന്ന പ്രൈസിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ അത് എൻട്രി ചെയ്ത് കൊടുക്കുക. 1252 നമ്മൾ എൻട്രി എടുത്തു. എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ അടിച്ചു കൊടുക്കുക. നമ്മുടെ ഇതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, ടാർഗറ്റ് എത്രയാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. 1377 ചെല്ലുമ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 1377 ഓർഡർ എൻട്രി എടുക്കുമ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടേക്കുക. എൻട്രി എടുക്കുമ്പോൾ തന്നെ 1377 ഓർഡർ പ്ലേസ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ കാര്യം കഴിഞ്ഞു. അത് 1377 എന്നാണ് ചെല്ലുന്നത് അന്ന് പ്രോഫിറ്റ് ബുക്കാം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പ്രോഫിറ്റ് ബുക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇറേസ് ചെയ്ത് കളയാം. നമുക്കിത് ഓൾറെഡി എൻട്രി എടുത്തു, അത് പ്രോഫിറ്റ് ബുക്ക് ആയതാണ്. താഴത്തെ അല്ല ഇറേസ് ചെയ്യേണ്ടത്, ഈ മേളത്തെ കോളം 1252 എന്നുള്ളത് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ അത് വീണ്ടും അത് 0 ആയിട്ട് കിടന്നോളും. നമ്മൾ എൻട്രി ഒന്നും വന്നിട്ടില്ല. ഇനി വീണ്ടും നമ്മൾ എൻട്രി ഒന്നും നമ്മുടെ കയ്യിലില്ല, റിലയൻസ് ഒന്നുമില്ല. വീണ്ടും നമ്മൾ 1300 നമ്മൾ എൻട്രി എടുക്കുകയാണ്. അപ്പോൾ 1300 എൻട്രി എടുത്തു. അപ്പോൾ എന്താണ് 1430 പോയി കഴിഞ്ഞാലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുള്ളൂ. ബട്ട് അത് വീണ്ടും താഴോട്ടാണ് വന്നത്. അപ്പം വീണ്ടും നമ്മൾ എൻട്രി വരുവാണ്. വീണ്ടും എൻട്രി വരുമ്പോൾ സെക്കൻഡ് എൻട്രി വരുന്ന 1150 1150 ഫീഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് എത്രയാണ് വരുന്നത്, 1265. അപ്പോൾ ഇതെല്ലാം എൻട്രി എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും മാർക്കറ്റ് താഴോട്ടാണ് വന്നത്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് എത്രയാണ് എൻട്രി ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് 1000-ലാണ് അടുത്ത എൻട്രി വരുന്നതെങ്കിൽ 1000 എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ടാർഗറ്റ് എത്രയാണ്, 1100-ആണ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഇപ്പോൾ താഴോട്ടാണ് പോകുന്നത്, താഴോട്ടാണ്. അതിനുശേഷം മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയപ്പോൾ 1100 വന്നിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ആയി. അപ്പോൾ ആ പ്രോഫിറ്റ് ബുക്കിംഗ് ആകുന്ന സമയത്ത് നമുക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാം. ഈ മൂന്നാമത്തെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. നമുക്ക് അവിടെ ആ പ്രോഫിറ്റ് ബുക്കിംഗ് ആയതാണ്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും അടുത്ത എൻട്രി വീണ്ടും വരുവാണ്. അവിടെ വീണ്ടും എൻട്രി വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. 1100 എന്ന റീജിയണിൽ 1150-ലായിരിക്കും പിന്നെ എൻട്രി വരുന്നത്. 1150 എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇവിടെ എന്താണ്, ഇവിടെ വീണ്ടും നമുക്ക് അടുത്ത ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇതെങ്ങനെയാണ് രണ്ട് പ്രൈസ് ഇവിടെ വന്നത്, അതിൻ്റെ ലോജിക്ക് എന്താണ്, ഓൾറെഡി അത് താഴെ പോയി അവിടെ ഒരു എൻട്രി വന്നു, അവിടെ നിന്ന് 10% ബുക്ക് ചെയ്തു. അപ്പോൾ ഇത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഒരു എൻട്രി വരുന്നത്. അപ്പം ഇവിടവും അവിടവും തമ്മിൽ എത്രയാണ്, 5% ഗ്യാപ്പുണ്ട്. നേരത്തെ ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തത് ഇതിൻ്റെ ടാർഗറ്റ് ഇവിടെയായിരുന്നു. ഇതിൻ്റെ ടാർഗറ്റും ഇവിടെ വരും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് ഈ ഒരു കോളം നമ്മൾ മാക്സിമം ഞാനിവിടെ 10 നമ്പറാണ് എൻട്രി എടുത്തേക്കുന്നത്. അതായത് ഒരു റിലയൻസ് എന്ന കമ്പനിയിൽ മാക്സിമം 10 തവണ വരെ നമ്മൾ ആഡ് ചെയ്യുക. അതിൽ കൂടുതൽ ആഡ് ചെയ്ത്, അതായത് മാക്സിമം 10 എന്ന് പറയുന്നത് 10 × 40 40,000 രൂപ വരെ ഒരു കമ്പനിയിൽ ഇൻവോൾവ് ആക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 10 കമ്പനി ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്യത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 കമ്പനി വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ പ്രൈവറ്റ് ബാങ്ക് 2 വരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫോസിസ് പ്രൈവറ്റ് ബാങ്ക് HDFC ബാങ്ക് ICICI ബാങ്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 11ാമത്തെ നമ്പറിലോ അല്ലെങ്കിൽ 12ാമത്തെ മാർക്കറ്റ് ക്യാപ്പിലോ പോകുന്ന കമ്പനീസ് എടുക്കാം. ടൈറ്റാൻ എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കമ്പനികൾ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ലാർസൻ ആൻഡ് ടർബോ എടുക്കാം, അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള വലിയ കമ്പനികൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനൊപ്പം തന്നെ നമ്മൾ ഭാരതി എയർടെലും നമ്മൾ എൻട്രി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഭാരതി എയർടെലും അടിച്ചു കൊടുക്കാം. നമ്മൾ ഭാരതി എയർടെൽ എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ ഭാരതി എയർടെൽ 1631 നമ്മുടെ എൻട്രി പ്രൈസ് ആയിരുന്നു. 1631 അടിച്ചു കൊടുത്തു. ഓക്കെ, ഇവിടുത്തെ കാര്യം കഴിഞ്ഞു. ഒപ്പം തന്നെ നമ്മൾ എൻട്രി പ്രൈസിൽ വന്നിട്ട് 1631 ഭാരതി എയർടെൽ 1631 ലാസ്റ്റ് എൻട്രി എടുത്തത് 1631 അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. 1631 ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാം. ഇനി നമ്മൾ കോമ്പൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ എപ്പോഴാണോ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് നമ്മുടെ ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റ് ഒരു 12,000 1,11,000 പ്ലസ് 3,000 12,000 പ്ലസ് 3,000 15,000 രൂപ നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ പ്രോഫിറ്റ് കാണുന്നത് ആ ഒരു സമയത്ത്
15,000 സംതിങ് നമ്മൾ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് നമുക്ക് 3,000 ഒന്നിച്ച് സെൽഫ് ഡിവിഡൻ്റ് ആയിട്ട് എടുക്കാം. ബാക്കി 12,000 രൂപ വീണ്ടും ആഡ് ചെയ്ത് നമുക്ക് വീണ്ടും 4,239 രൂപയ്ക്ക് വീണ്ടും പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് എളുപ്പമാണ്. നമ്മുടെ ടോട്ടൽ P&L ചെക്ക് ചെയ്തതിന് ശേഷം എപ്പോഴാണോ 12,000 രൂപ വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് 12,000 രൂപ 15,000 രൂപ വരുന്നത്, അതിൻ്റെ അകത്ത് 3,000 രൂപ 20% നമ്മൾ ഡിവിഡൻ്റായിട്ട് എടുത്ത് ബാക്കി 12,000 രൂപ നമുക്ക് വീണ്ടും ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും കോമ്പൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എക്സാക്റ്റ് ആയിട്ട് ഈ 12,000 എന്നുള്ള സെൽഫ് ഡിവിഡൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 20% എടുക്കാം, 30% എടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. കാര്യങ്ങൾ മനസ്സിലാകണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കിനി ടോട്ടലായിട്ടുള്ള ഇതിൻ്റെ പ്രാക്ടിക്കൽ വേഷൻ അതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വേഷൻ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എൻട്രി പേജ്, കോമ്പൗണ്ടിങ് ഷീറ്റിലെ എൻട്രി പേജ് ഓപ്പൺ ആക്കുക. അതിനുശേഷം അപ്പോൾ നമുക്ക് എൻട്രി പേജ് ഓപ്പൺ ആക്കാം. എൻട്രി പേജ് ഓപ്പൺ ആക്കി അതിനുശേഷം ഏതെങ്കിലും എൻട്രി ഇവിടെ കിടക്കുന്നുണ്ടോ നോക്കുക. അതായത് ഈ ഒരു റേഞ്ചിന് പുറത്ത് ഏതെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടോ. അപ്പം ഈ ഒരു റേഞ്ചിന് പുറത്താണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ TCS നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് കാണിക്കുന്നത്. TCS 1140-നും 1260-നും ഇടയ്ക്കല്ല 3400-ലാണ് ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ TCS നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ആദ്യം എൻട്രി ചാർട്ട് ഓപ്പൺ ആക്കി നമുക്ക് 3400 TCS നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി നമ്മൾ വീക്കിലിയിൽ ക്ലോസിങ് കൺഫേം ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഈ ഒരു എൻട്രി, വെള്ളിയാഴ്ച അവസാനം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി എൻട്രി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ മൺഡേ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്നതായിരിക്കും. ശനിയാഴ്ച ഞായറാഴ്ച ചെക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മൺഡേ സ്റ്റാർട്ടിങ്ങിൽ എൻട്രി എടുത്താലും കുഴപ്പമില്ല. അപ്പം വീക്കിലി ക്ലോസിങ് അത് ഫ്രൈഡേ ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ വീക്കിലി ക്ലോസിങ്ങിനോട് ചേർന്ന് നമുക്ക് കൺഫേം ചെയ്യണം നമുക്ക് ഇത് കൃത്യമായിട്ട് ക്ലോസിങ് തന്നു. അതിനുവേണ്ടി നമുക്ക് TCSൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ TCSൽ കൃത്യമായിട്ട് ലാസ്റ്റ് ക്യാൻഡിലിന് മുകളിൽ വീക്കിലിയിൽ ഒരു ക്ലോസിങ് തരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാണിക്കുന്ന ഈ ഒരു ഡേറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്, അപ്പോൾ കുറച്ച് എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ക്ലോസിങ് തരുന്നുണ്ടെങ്കിൽ നമുക്കത് എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എൻട്രി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് നമ്മളിങ്ങനെ സ്റ്റോക്ക് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ പുതിയതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കുറച്ച് എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കും? ആ ഒരു എമൗണ്ട് നമ്മൾ എടുക്കുന്നത് ലിക്വിഡ് ETF-ൽ നമ്മൾ ഓൾറെഡി ടോട്ടലായിട്ടുള്ള എമൗണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് TCSൽ മാത്രമാണ് എൻട്രി വരുന്നതെങ്കിൽ, ഇപ്പോൾ 3,500 രൂപയാണ് റേറ്റെങ്കിൽ നമുക്ക് 4,000 റേഞ്ചിലാണ് എൻട്രി എടുക്കുന്നത്. അപ്പോൾ 2 എടുക്കാതെ നമുക്ക് ഒരെണ്ണം മാത്രം എടുക്കാം. അപ്പോൾ 3,500 രൂപ നമുക്ക് ലിക്വിഡ് ETF വിൽക്കാം. അതിനുശേഷം 3,500 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു 3,500 രൂപയ്ക്ക് നമുക്ക് TCS വാങ്ങാം. അത് ബൈ അറ്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ അപ്പം തന്നെ ഓർഡർ ഇട്ട് ബൈ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എത്രയാണ് അതിൻ്റെ ടാർഗറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. TCSൽ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. 3,500-ലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ 3,500 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്രയാണ്? 3,500. അപ്പോൾ 3,850 എന്നാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനൊപ്പം തന്നെ നമുക്ക് എൻട്രി പ്രൈസും TCSൻ്റെ നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. TCSൻ്റെ എൻട്രി പ്രൈസ് എത്രയാണ്? 3,500 എന്നതാണ് എൻട്രി പ്രൈസ്. അപ്പോൾ ഈ 2 ചാർട്ടിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്തു. അപ്പം ഇനി നമ്മൾ 3,675-നും 3,325-നും ഇടയ്ക്ക് നമ്മൾ എൻട്രി വരുന്നില്ല. രണ്ടിടത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് വെറും ആഴ്ചയിൽ അവസാനം മാത്രം ചെയ്യേണ്ട കാര്യമാണ്. വളരെ സ്മൂത്തായിട്ട് ചെയ്യാം. ഇത് പേപ്പറിലാണെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇതിങ്ങനെയുള്ള എക്സൽ ഷീറ്റ് ഉപയോഗിക്കാൻ പാടുള്ളവർക്കാണെങ്കിൽ വെറും പേപ്പറിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് നോർമലായിട്ട് എഴുതി യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇനി നമ്മൾ ഈ 3,500 എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് GTT ഓർഡർ ഇടാം. എന്തുകൊണ്ടാണ് GTT ഓർഡർ ഇടുന്നത്? ആ ഒരു GTT ഓർഡർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് അത് വാലിഡിറ്റി കിടക്കും. ഇതാണ് GTT ഓർഡറിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ റിലയൻസ് എന്ന് പറഞ്ഞതിൻ്റെയാണ് GTT ഓർഡർ കാണിക്കുന്നത്. അപ്പോൾ TCS ആണെങ്കിൽ TCS. ഇപ്പോൾ TCSൽ നമ്മൾ എൻട്രി എടുത്തു, ഒരു ക്വാണ്ടിറ്റിയാണ് എൻട്രി എടുത്തതെങ്കിൽ അപ്പോൾ തന്നെ ഇതിനകത്ത് ക്വാണ്ടിറ്റി 1 എടുക്കുക, സെല്ല് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്ര എമൗണ്ടിനാണോ സെല്ല് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് GTT ഓർഡർ പ്ലേസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഏതൊരു പോയിന്റിലാണോ എൻട്രി എടുത്തത് അതിനെക്കുറിച്ച് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ ഒരു പ്രൈസ് പോയിന്റിൽ ചെല്ലുമ്പോൾ അത് സെല്ലായിക്കോളും. നമുക്ക് പല എൻട്രികൾ വരും, അതെല്ലാം സെല്ലായിക്കോളും. 30-40 ഓർഡേഴ്സ് വരും, അതെല്ലാം സെല്ലായിട്ട് അവിടെ കിടന്നോളും. എപ്പോഴാണോ ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് ആ ഒരു സ്റ്റോക്ക് വരുന്നത് ആ ഒരു സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയിപ്പോകും. നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റ് ഓർഡറിൽ ആ ഒരു സമയത്ത് തന്നെ ബൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എൻട്രി ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സെൽ ഓർഡർ സെറ്റ് ചെയ്ത് വെച്ച് സെല്ല് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽ ഓർഡർ GTT തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അതാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് സെല്ല് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആയിക്കോളും. ഇനി നമുക്ക് കൃത്യമായിട്ട് ഡിസിപ്ലിനോട് കൂടി കോമ്പൗണ്ട് ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരു
ഇത്രയും അതായത് ഒരു 50 തവണ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നിങ്ങൾ സെൽഫ് ഡിവിഡൻഡ് എടുക്കുക, ഇൻകം ടാക്സിനുള്ള എമൗണ്ട് മാറ്റി വെക്കുക, അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും അതിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ടിൽ വീണ്ടും ബൈ ചെയ്ത് മുമ്പോട്ട് പോകുക. അപ്പോൾ ഇത്രയാണ് ടോട്ടലായിട്ടുള്ള എൻ്റെയർ സ്ട്രാറ്റജി. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ കോമ്പൗണ്ടിങ്ങിലൂടെ എന്ത് മനോഹരമായിട്ടാണ് നിങ്ങൾക്ക് ചാർട്ട് ഓപ്പൺ ആക്കി നോക്കാൻ സാധിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് അതെങ്ങനെയാണ് അത് വർക്കൗട്ട് ആകുന്നത്, എത്ര മനോഹരമായിട്ടാണ് മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കൃത്യമായിട്ടുള്ള പോയിന്റുകളിൽ എൻട്രി എടുത്ത് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കുറേ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ലഭിക്കും. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെയർ ആയിട്ടുള്ള ഈ ഒരു എക്സൽ ഷീറ്റും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എൻട്രി എടുക്കുന്നതിനും എക്സിറ്റ് ആകുന്നതിനും കോമ്പൗണ്ടിങ്ങിനും എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രീമിയം മെത്തേഡ്സ് നിങ്ങൾക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഈ വീഡിയോയുടെ ഒരു ജെനുവിനിറ്റി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഒരിക്കലും ലോസിൽ പോകാൻ അതായത് ചാൻസ് ഇല്ലാത്ത ഒരു മെത്തേഡാണ്. പതിയെ പ്രോഫിറ്റ് ഉണ്ടായി പോകുന്ന മെത്തേഡാണ്. ഡിസിപ്ലിനോട് കൂടി ഇന്ന് ചെറിയ ക്യാപിറ്റലാണെങ്കിലും നാളെ വലിയ ക്യാപിറ്റലിലേക്ക് പോയി കഴിയുമ്പോഴാണെങ്കിലും പ്രോഫിറ്റ് അച്ചീവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റൂൾ നമ്പർ 1 എന്താണ്, ടോട്ടലായിട്ടുള്ള ഇങ്ങനെയുള്ള ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനികൾസ് യൂട്ടിലൈസ് ചെയ്യുക. ടോട്ടൽ ക്യാപിറ്റലിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡാർബക്സ് ബോക്സ് തിയറി യൂട്ടിലൈസ് ചെയ്യുക. 5% എബോ ആൻഡ് ബിലോ ലാസ്റ്റ് എൻട്രി പ്രൈസിന് ഉപയോഗിക്കാതിരിക്കുക. അവോയ്ഡ് ചെയ്യുക എൻട്രി വരുന്നത് ലാസ്റ്റ് ബൈയിങ് പ്രൈസിൻ്റെ. റൂൾ നമ്പർ 5 10% ലിഫോ ടാർഗറ്റിംഗ് യൂസ് ചെയ്യുന്നു. ലിഫോ ടാർഗറ്റിംഗ് വരുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ വരും. അപ്പോൾ ആവറേജ് പ്രൈസിന് നമ്മൾ നോക്കാതിരിക്കുക. ലാസ്റ്റ് പ്രൈസ് ചെയ്ത പ്രൈസിൻ്റെ അപ്പം തന്നെ GTT ഓർഡർ ഇട്ട് ചെയ്ത് വെക്കുക. 2 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തെങ്കിൽ 2 ക്വാണ്ടിറ്റിയുടെ ടാർഗറ്റ് പ്രൈസ് എത്രയാണെന്ന് GTT ഓർഡറിൽ അപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിനെല്ലാം വേണ്ടി ഒരു സിംഗിൾ ബ്രോക്കർ വേണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ബ്രോക്കർ ഇതിന് തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ ടോട്ടലായിട്ട് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 ലക്ഷം രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾസ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കും. സമയമെടുക്കുന്നതനുസരിച്ച് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ പാസീവായിട്ട് ഡിവിഡൻഡ് എടുത്ത് മുമ്പോട്ടാണ് പോകേണ്ടത്. ഒരിക്കലും ടോട്ടലായിട്ട് ട്രേഡ് ചെയ്ത് വർഷങ്ങൾ കഴിയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫലം എടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു 1000 ലൈക്സ് എങ്കിലും മിനിമം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പുതിയ പ്രീമിയം മെത്തേഡ്സ് ഇനിയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.